നമസ്കാരം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ചൂട് മീനച്ചൂടിനൊപ്പം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പാലക്കാട്ടെ റോഡ് ഷോ ആയിരുന്നു ഇന്നത്തെ ഹൈലൈറ്റ്. മാതൃഭൂമി ന്യൂസ് പി മാർക്ക് അഭിപ്രായ സർവേയുടെ ഫലങ്ങൾ രാത്രി 8:30 മുതൽ വന്നു തുടങ്ങും. ഒറ്റ വിഷയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല ഇത്തവണത്തെ തിരഞ്ഞെടുപ്പ്. പൗരത്വ നിയമവും ഇലക്ഷൻ ബോണ്ടും തൊട്ട് എം മണിയുടെ വായ്മൊഴി വഴക്കം വരെ ചർച്ചാ വിഷയങ്ങളാണ്. LDF കൺവീനർ BJP സ്ഥാനാർത്ഥികളെ പുകഴ്ത്തിയതാണ് മുഖ്യ വിവാദം. കേരളത്തിലെ രാഹുൽ ഗാന്ധിയുടെയും KC വേണുഗോപാലിന്റെയും സ്ഥാനാർത്ഥിത്വം, ഇടത് കോൺഗ്രസ് ബന്ധം ദേശീയ തലത്തിൽ തന്നെ ഉലച്ചിരിക്കുന്നു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. ആദ്യ ലാപ്പിൽ മുന്നിലാര്? മോദി പ്രഭാവം കേരളത്തിൽ ഉണ്ടാകുമോ? കൺവീനർ LDFനെ കുഴപ്പത്തിലാക്കിയോ? പൗരത്വ വിഷയം ആരെ തുണയ്ക്കും? ഈ ചർച്ചയിൽ ശ്രീ M പ്രകാശൻ മാസ്റ്റർ CPM, ശ്രീ ജ്യോതികുമാർ ചാമക്കാല കോൺഗ്രസ്, ശ്രീ ശങ്കുട്ടിദാസ് BJP എന്നിവർ ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ M പ്രകാശൻ മാസ്റ്റർ, കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി പത്തനംതിട്ടയിൽ പ്രസംഗിക്കുന്നത് നമ്മൾ കേട്ടു. ഇന്ന് പാലക്കാടാണ്, 3 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രസംഗിക്കുന്നു. അപ്പോൾ കേരളത്തിൽ സാധാരണ നിലയിൽ പരമ്പരാഗതമായി LDF വേഴ്സസ് UDF എന്നുള്ളതാണ് എങ്കിൽ ഇത്തവണ സൗത്ത് ഇന്ത്യയിൽ നിന്ന് പരമാവധി സീറ്റ് സമാഹരിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കേരളത്തിലും നരേന്ദ്രമോദി ഉഴുതുമറിക്കുകയാണ്. ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? സാമ്പ്രദായികമായ രാഷ്ട്രീയ രീതികൾ മാറുമോ? BJP രാജ്യത്തിനകത്തുണ്ടാകുന്ന അപകടത്തെ ഏറ്റവും കൃത്യമായി കാണാൻ കഴിയുന്നൊരു സംസ്ഥാനമാണ് കേരളം. ഇന്ത്യ രാജ്യത്ത് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ഇതുപോലെ നിലകൊണ്ട മറ്റൊരു സംസ്ഥാനമില്ല. അത്തരമൊരു സംസ്ഥാനത്ത് പ്രധാനമന്ത്രി മോഡി വന്നു എന്ന ഒറ്റ കാരണം കൊണ്ട് എന്തോ വലിയ മാറ്റമുണ്ടാകാൻ പോകുന്നു എന്ന് പറയുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ട്, 30 സീറ്റുകൾ നേടും എന്ന് പറയുന്നതിന് യാതൊരു പ്രയാസവും BJPക്ക് ഉണ്ടായിട്ടില്ല. വേണമെങ്കിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാം എന്ന് പറഞ്ഞ് ഓഫീസ് തുറന്നിട്ടുള്ള കാൻഡിഡേറ്റിനെ നമുക്കെല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. പക്ഷെ സംഭവിച്ചെന്താ? നിലവിലുള്ളൊരു സീറ്റ് പോലും നഷ്ടമാകുന്ന അവസ്ഥയല്ലേ BJPയെ സംബന്ധിച്ചുണ്ടായത്? എന്ന് മാത്രമേ അവരുടെ വോട്ടിംഗ് ഷെയർ 15-ൽ നിന്ന് 12 കുറഞ്ഞു. BJPക്ക് ഒരു മാറ്റവും കേരളത്തിൽ ഉണ്ടാക്കാനാവില്ല. ഇവിടെ ഇപ്പോൾ BJP ഇന്ത്യ രാജ്യത്താകെ ശ്രമിക്കുന്നത് സാമധാന ഭേദ ദണ്ഡമുറകൾ ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനും അതുപോലെ നേതാക്കന്മാരെ തങ്ങൾക്ക് അനുകൂലമായിട്ട് വിലക്ക് വാങ്ങാനുമാണല്ലോ. അത് ചിലപ്പോൾ കോൺഗ്രസിനെ പോലെയുള്ള പാർട്ടികൾ ഇങ്ങനെ ആളുകളെ വിൽക്കാൻ നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് ചിലപ്പോൾ സംഭവിച്ചേക്കാം. അതല്ലാതെ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ മാറ്റാൻ നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ BJPയുടെ ഇത്തരം പ്രചാരവേലക്കോ ഒരു കാരണവശാലും സാധ്യമാവില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ അശേഷം ഭയമില്ല. കേരളത്തിലെ തെരഞ്ഞെടുപ്പ് സമരം LDFും UDFും തമ്മിൽ തന്നെയാണ്. BJPക്ക് അക്കാര്യത്തിൽ വലിയ റോളൊന്നും നിർവഹിക്കാനേ ഇല്ല. ശരി, ഓക്കെ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ചരിത്രത്തിൽ BJPക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത്. 30 ലക്ഷത്തിൽ പരം വോട്ടുകൾ, അത് ഏറ്റവും കൂടിയ നമ്പറായിരുന്നു. പിന്നീട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവർ 5-6 ലക്ഷം വോട്ട് പിറകോട്ട് പോയി എന്നുള്ളത് സത്യമാണെങ്കിൽ പോലും ഇപ്പോൾ മോദിയുടെ ഗ്യാരണ്ടിയുടെ പരസ്യമാണ് നമ്മൾ ഇതുവരെ ടെലിവിഷനിലും പത്രത്തിലും ഒക്കെ കണ്ടുകൊണ്ടിരുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ ഇളക്കി മറിക്കൽ നടക്കുന്നുണ്ട്. അതുകൂടാതെ ഇപ്പോൾ പത്തനംതിട്ടയിൽ വരുന്നു, പാലക്കാട് വന്ന് 3 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി സംസാരിക്കുന്നു. നേരത്തെ എറണാകുളത്തും തൃശ്ശൂരും വന്ന് നമ്മൾ കണ്ടു, ഇനിയും വന്നുകൊണ്ടിരിക്കും. ഇത്തവണ മിഷൻ സൗത്ത് ഇന്ത്യയാണ്. മിഷൻ സൗത്ത് ഇന്ത്യയിൽ കേരളവും തമിഴ്നാടും ഒക്കെ പെടും. കേരളത്തിൽ അതുകൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമെന്ന് താങ്കൾ വിചാരിക്കുന്നുണ്ട്? പക്ഷേ നമ്മൾ BJPയുടെ ഒരു പീക്ക് കേരളത്തിൻ്റെ പൊളിറ്റിക്കൽ സിനാരിയോയിൽ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ BJP 2019 തെരഞ്ഞെടുപ്പിൽ 14.25% വോട്ട് നേടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ വോട്ട് നേടുമ്പോൾ തന്നെ BJP NDA ആയി മാറുകയും BDJs ഉൾപ്പെടെയുള്ള കക്ഷികൾ ഒപ്പം നിൽക്കുമ്പോൾ 14% വോട്ട് നേടുകയും തുടർന്ന് പിന്നീട് ഇങ്ങോട്ട് അത് 10-11 ഇടയ്ക്കിലേക്ക് മാറുകയും ഒക്കെ ചെയ്തു നമ്മൾ കണ്ടാണ്. കഴിഞ്ഞ ത്രിതല ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിനുശേഷം അസംബ്ലി തെരഞ്ഞെടുപ്പിൽ വീണ്ടും താഴോട്ട് പോകുന്നുണ്ടാണ്. അപ്പോൾ BJPക്ക് ഈ സംസ്ഥാനത്ത് ഉണ്ടാക്കാൻ കഴിയുന്ന പരമാവധി വോട്ട് ഷെയർ കഴിഞ്ഞു, പിന്നെ അതിൻ്റെ ഡിക്ലൈൻ ആരംഭിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവിടെ നോക്കൂ, ഇവിടെ BJPക്ക് അസംബ്ലിയിലുണ്ടായിരുന്ന സീറ്റ് നഷ്ടപ്പെട്ടു. BJP കഴിഞ്ഞ കുറേ നാളുകളായി തിരുവനന്തപുരത്ത് 2ാം സ്ഥാനത്ത് വരുന്നു എന്നതൊഴിച്ചാൽ അതിനപ്പുറത്തേക്ക് ഒരു നേട്ടവും BJPക്ക് ഉണ്ടാക്കാൻ കഴിയുകയുമില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെ ശ്രമിച്ചിട്ടും നടക്കാതെ പോയ കാര്യമാണ്. ഇപ്പോൾ BJPയുടെ 2 കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്നുണ്ട്, ശരിയാണ്. പ്രമുഖരായ പല നേതാക്കന്മാരെയും സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരെ മത്സരിപ്പിക്കുന്നുണ്ട്. പക്ഷേ അവിടെയൊക്കെ വളരെ കൃത്യമായും ചടുലതയാർന്ന നീക്കത്തിലൂടെയും UDF ഉൾപ്പെടെയുള്ള കക്ഷികൾ, UDFനെ സംബന്ധിച്ച് ഘടകകക്ഷികൾ ഒക്കെ വളരെ കൃത്യമായ ഇടപെടലിലൂടെ ഈ മത്സരത്തിൽ 20-20 സീറ്റും ജയിക്കത്തക്ക രീതിയിലേക്ക് UDF വളരെ കൃത്യമായി പോകുന്നു. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ആലപ്പുഴ നഷ്ടപ്പെട്ടിരുന്നു. ആ ആലപ്പുഴ കൂടി ഞങ്ങളോടൊപ്പം നിർത്തത്തക്ക രീതിയിൽ ശ്രീ KC വേണുഗോപാൽ തന്നെ മത്സരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ശ്രീ പ്രകാശൻ മാസ്റ്ററുടെ പാർട്ടി CPM-ഉം CPI-യും ഒക്കെ ദേശീയ തലത്തിൽ കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി നടത്തിയ മാർച്ചിൽ
വിട്ടുനിൽക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടു. എന്തിൻ്റെ പേരിലാണ് അവർ വിട്ടുനിൽക്കുന്നതെന്ന് ഇപ്പോൾ നമുക്ക് ബോധ്യപ്പെട്ടല്ലോ. ഇവിടെ സംസ്ഥാനത്ത് BJPയും LDFും തമ്മിലൊരു വലിയ ബാന്ധവമുണ്ട് എന്ന് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നമുക്ക് വിട്ടുനിൽക്കുന്ന അവർക്ക് ആകപ്പാടെ ഒരു കനൽ തരിയാണ് ആലപ്പുഴയിലുള്ളത്. അതിനെ കെടുത്താൻ വേണ്ടി നിങ്ങൾ KC വേണുഗോപാലിനെ കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും അവർ വിട്ടുനിൽക്കില്ലേ? അതിനു മുമ്പ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത് ശ്രീ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതാണ് പ്രശ്നമെന്നാണ്. ശ്രീ KC വേണുഗോപാൽ സ്ഥിരമായി മത്സരിക്കുകയും ജയിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന സീറ്റിൽ അദ്ദേഹം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മടങ്ങി വരുന്നത് തെറ്റാണോ? അതുപോലെ തന്നെ വയനാട് ആ കോൺസ്റ്റിറ്റ്യുവൻസി രൂപീകൃതമായതിനു ശേഷം ഇന്ന് വരെ കോൺഗ്രസും UDFും മാത്രം ജയിച്ചുള്ള സീറ്റിൽ അവിടെ ആര് മത്സരിക്കണമെന്ന് UDF തീരുമാനിക്കുന്നത് തെറ്റാണോ? അപ്പോൾ എന്തിൻ്റെ പേരിലാണ് നിങ്ങൾ മത്സരിക്കരുത്? നിങ്ങൾ ഞങ്ങളുടെ മുന്നണിയിലാണെങ്കിൽ സംസ്ഥാനത്ത് പിന്നെ ഇന്ന സീറ്റുകൾ മത്സരിക്കരുത്, അല്ലെങ്കിൽ ദേശീയ നേതാക്കന്മാർ മത്സരിക്കരുത് എന്ന് പറയുന്നതിന് എന്ത് ലോജിക്കുള്ളൂ? നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ രാജ്യം നിർത്തിയല്ലോ, ആനി രാജ്യം നിർത്തിയല്ലോ, ആനി രാജ്യം മത്സരിക്കട്ടെ, അതിലാരാ ജയിക്കുന്നത് ജയിച്ചു വരട്ടെ, അതല്ലേ ജനാധിപത്യം. അപ്പോൾ ഒരു സീറ്റിലോ 2 സീറ്റിലോ ഇന്ന ആളുകൾ മത്സരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ഇന്ത്യ തലത്തിലുള്ള ഒരു മുന്നണി ആ മുന്നണിയിൽ നിന്ന് പിണങ്ങി നിൽക്കുക അതൊന്നും അല്ല പ്രശ്നം. അടിസ്ഥാനപരമായി BJPയെ എങ്ങനെയൊക്കെ സഹായിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് LDF ഇവിടെ റിസർച്ച് നടത്തുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ശ്രീ പ്രകാശനോട് പറഞ്ഞത് എന്താണ്? ഞങ്ങൾ ഇവിടെ UDF LDFും തമ്മിലാണ് മത്സരമെന്നാണ്. അത് ജനങ്ങൾക്കെല്ലാം മനസ്സിലാകാം, പക്ഷേ LDF കൺവീനർക്ക് മനസ്സിലാകുന്നില്ല. LDF/NDA കൺവീനറായ ശ്രീ EP ജയരാജന് മനസ്സിലാകുന്നില്ല. അദ്ദേഹം ഇപ്പോഴും പറയുന്നത് കേരളത്തിൽ LDFും BJPയും തമ്മിലാണ് മത്സരമെന്ന് പറയുന്നു. അദ്ദേഹത്തിൻ്റെ സ്ഥാപനങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥി കൂടിയായ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ ഏറ്റെടുക്കുന്നു. അവർ തമ്മിൽ ഭായി ആയി പോകുന്നു. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ കൊടുക്കൽ വാങ്ങൽ നൽകിക്കൊണ്ട് എങ്ങനെയെങ്കിലും എന്തുകൊണ്ടാണ് പ്രധാനമന്ത്രി നിരന്തരമായി വന്നുകൊണ്ടിരിക്കുന്നത്? പ്രധാനമന്ത്രിക്കും അറിയാം കേരളത്തിൽ ഞങ്ങൾ 2 അക്കത്തിലേക്ക് കിടക്കുന്നൊക്കെ പറയുന്നത് അതൊക്കെ ബെഡായി ആണെന്ന് നമുക്കറിയാം. പക്ഷേ ഇവിടെ എന്താണ് പ്രശ്നം? പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് ഇത്തരത്തിൽ ഇവിടെ ഒരു കടന്നുകയറ്റം നടത്തി അതിലൂടെ LDFിനെ എങ്ങനെയെങ്കിലും കൂടുതൽ സീറ്റ് ജയിപ്പിച്ചുകൊണ്ട് UDFിൻ്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും, കോൺഗ്രസിൻ്റെ സീറ്റുകൾ പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുമോ എന്നൊരു ശ്രമമാണ് നടത്തുന്നത്. കേരളത്തിലെ മതേതരവാദികൾ ജനാധിപത്യ വിശ്വാസികൾ അതിനെതിരായി പ്രതികരിക്കുമെന്ന കാര്യത്തിൽ തർക്കവും വേണ്ട. ഞങ്ങളെ സംബന്ധിച്ച് 19-ൽ നിന്നും 20-ലേക്ക് കടക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾക്ക് ആ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ കഴിയുന്ന ഇതുവരെയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ ഭാഗമായി ഞങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന കാര്യത്തിൽ ഒരു തർക്കവും. ശരി, മിഷൻ 2020 ആണ്. എന്തായാലും താങ്കൾ സൂചിപ്പിച്ച BJPയുടെ 2 കേന്ദ്രമന്ത്രിമാർ മത്സരിക്കുന്ന ആറ്റിങ്ങൽ, തിരുവനന്തപുരം മണ്ഡലങ്ങൾ അടക്കമുള്ള 7 മണ്ഡലങ്ങൾ ഇന്ന് അല്പസമയത്തിന് ശേഷം മാതൃഭൂമി ന്യൂസ് PMark ഒപ്പീനിയൻ പോളിൽ വരും. അപ്പോൾ കാത്തിരിക്കാം ആ മണ്ഡലങ്ങളിലൊക്കെ എന്ത് സംഭവിക്കും. BJPയെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതീക്ഷയ്ക്ക് ആ മണ്ഡലങ്ങളിൽ സാധ്യതയുണ്ടോ, അതോ കോൺഗ്രസിനും CPMനും സാധ്യതയുണ്ടോ? ഇതൊക്കെ നമ്മൾ അറിയാൻ പോവുകയാണ്. ഏതാണ്ട് ഇനിയിപ്പോൾ 1 മണിക്കൂർ തികച്ചില്ല. ശ്രീ ശങ്കുട്ടി ദാസ്, പ്രധാനമന്ത്രി ഒരു മിഷൻ സൗത്ത് ഇന്ത്യയിലാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഇന്നലെ കോയമ്പത്തൂർ, ഇന്ന് പാലക്കാട് റോഡ് ഷോ നടത്തുന്നു. സ്വാഭാവികമായും കൂടുതൽ സീറ്റുകൾ ഇനി കിട്ടാനുള്ള ഇടങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയെ സംബന്ധിച്ചൊരു സാച്ചുറേഷൻ പോയിന്റിലെത്തി. സൗത്ത് ഇന്ത്യയാണ് ഇപ്പോഴും BJPയുടെ പിടിയിൽ നിന്ന് അകന്നു നിൽക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ 130 സീറ്റുകളിൽ BJPയെ സംബന്ധിച്ച് ഒരു 30-35 സീറ്റിനകത്ത് ഒതുങ്ങുക എന്നുള്ളതല്ലാതെ ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ സെനാരിയോയിൽ അതിനപ്പുറത്തുള്ള സാധ്യതകളില്ല. ഒരെണ്ണം അധികം കിട്ടിയാൽ അത്രയും നല്ലത് എന്നുള്ളൊരു സമീപനത്തിലാണ്. പക്ഷേ ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ റാലി നടത്തിയതുകൊണ്ട്, നിങ്ങളുടെ കേഡർമാരെ ആവേശഭരിതരാക്കിയതുകൊണ്ട് ഇലക്ഷന് ജയിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കും. കേഡർമാരാണല്ലോ ഇനി അങ്ങോട്ട് ഇലക്ഷനിൽ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടത്. ആദ്യം ആവേശം സൃഷ്ടിക്കേണ്ടത് കേഡർമാർക്കിടയിലാണ്. ഇപ്പോൾ ഇന്ന് നരേന്ദ്രമോദി പാലക്കാട് വന്നു. കഴിഞ്ഞ 3 മാസത്തിനിടയിൽ 5ാമത്തെ തവണയാണ് അദ്ദേഹം കേരളത്തിലേക്ക് വരുന്നത്. ജനുവരി 3-ാം തീയതി തൃശ്ശൂർ വന്നു, ജനുവരി 17-ാം തീയതി തൃശ്ശൂരും വന്നു, അന്ന് തന്നെ കൊച്ചിയിലും വന്നു, ഫെബ്രുവരി 26-ാം തീയതി തിരുവനന്തപുരത്ത് വന്നു, ഫെബ്രുവരി 15-ാം തീയതി പത്തനംതിട്ടയിൽ വന്നു, ഫെബ്രുവരി ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഈ മാർച്ച് 19-ാം തീയതി അദ്ദേഹം പാലക്കാട് വന്നു. ഇവിടെയെല്ലാം BJPക്ക് വലിയ ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളുള്ള, ഇപ്പോൾ ഇന്ന് പാലക്കാട് ജില്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, ഈ പറയുന്ന പത്തനംതിട്ട, അതേപോലെ തന്നെ പാലക്കാട്, ഇതെല്ലാം BJPക്ക് വലിയ ജയസാധ്യത കൽപ്പിക്കപ്പെടുന്ന മണ്ഡലങ്ങളാണ്. ഈ മണ്ഡലങ്ങളിലേക്ക് നരേന്ദ്രമോദി വരുമ്പോൾ അവിടുത്തെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള കേഡർ സംവിധാനം വളരെ ആവേശോജ്വലമായിട്ട് ഉണർന്ന് എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. ഞാനത് നേരിട്ട് സാക്ഷ്യം വഹിച്ചിട്ടുള്ള ആളാണ്. പറയുമ്പോൾ ഇന്ന് പാലക്കാട് ജില്ലയിലാണ് പരിപാടി. പക്ഷേ പാലക്കാട് ജില്ലയുടെ സമീപ പ്രദേശങ്ങളിൽ നിന്ന്, ഇപ്പോൾ എൻ്റെ നാട് പൊന്നാനിയാണ്, മലപ്പുറം ജില്ലയിലെ പൊന്നാനിയാണ്. പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഏതാണ്ട് 60 ബസ്സുകളിലായിട്ട് പാർട്ടി പ്രവർത്തകർ പാലക്കാട്ടേക്ക് പോയിട്ടുണ്ട് നരേന്ദ്രമോദിയെ കാണുന്നതിന് വേണ്ടി. അതായത് 2500-നും 3000-നും ഇടയ്ക്ക് ആൾക്കാർ അവിടെ വന്നത് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ നിന്നാണ്. സമാനമായി മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ആ രീതിയിൽ തന്നെ ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയെല്ലാം സംഘടനാ സംവിധാനം ഉയർന്ന് എഴുന്നേൽക്കുകയാണ് ചെയ്യുന്നത്. അതുള്ള കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഒരു മാധ്യമത്തോട് പറഞ്ഞത്, ഞാൻ അവിടെ ചെന്ന് 4 മണിക്കൂർ വെയിൽ കൊണ്ടതല്ലാതെ എനിക്ക് ആ വാഹനത്തിലൊന്നും കയറാൻ പറ്റിയില്ല, മോദിജിയുടെ കൂടെ ഒന്ന് ഫോട്ടോ എടുക്കണം എന്നൊക്കെയുള്ളത് എൻ്റെ വലിയ ആഗ്രഹമായിരുന്നു. അത് നടക്കാതെ പോയതിൽ വലിയ സങ്കടം ഉണ്ടെന്നാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന പൊന്നാനി സ്ഥാനാർത്ഥിയെ വണ്ടിയിൽ കയറ്റുകയും മലപ്പുറം സ്ഥാനാർത്ഥിയെ കയറ്റാതിരിക്കുകയൊക്കെ ചെയ്യുക എന്നൊക്കെയുള്ള സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ.
നോക്കൂ, ആ കാര്യം അങ്ങൊരു തെറ്റായ ആരോപണമാണ് ഉന്നയിച്ചത്. അത് വിശദീകരിക്കാനുള്ള അവസരം എനിക്ക് തരണം. കാരണം AK ബാലൻ ഇന്ന് വളരെ വർഗീയമായ സാമുദായിക വികാരങ്ങൾ ഉത്തേജിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു പരാമർശം ആ കാര്യത്തിൽ നടത്തിയിട്ടുണ്ട്. മനഃപൂർവ്വം മലപ്പുറത്തെ സ്ഥാനാർത്ഥിയായ മുസ്ലിം ആയിട്ടുള്ള സ്ഥാനാർത്ഥി, BJPയുടെ പട്ടികയിലെ ഏക മുസ്ലിം ആയിട്ടുള്ള സ്ഥാനാർത്ഥിയെ വാഹനത്തിൽ കയറ്റാതെ മാറ്റി നിർത്തിയത്. പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളാണ് നരേന്ദ്രമോദിയോടൊപ്പം വാഹനത്തിൽ ഇന്ന് യാത്ര ചെയ്തിട്ടുള്ളത്. പൊന്നാനി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്തുകൊണ്ട് വാഹനത്തിൽ ഉൾപ്പെട്ടു? കാരണം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന തൃത്താല പൂർണ്ണമായിട്ടും പാലക്കാട് ജില്ലയിലാണ്. തൃത്താല മണ്ഡലത്തിന്റെ 8 പഞ്ചായത്തുകളും പാലക്കാട് ജില്ലയിലാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന സ്ഥാനാർത്ഥികളാണ്. പിന്നീട് വരേണ്ടത് ആലത്തൂരാണ്. ആലത്തൂരിൽ ഇതുവരെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ടാണ് കൃഷ്ണകുമാർജിയും നിവേദിതാജിയും ഇന്ന് ആ വാഹനത്തിൽ ഉണ്ടായത്. മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലെ ഒരു കഷ്ണം പോലും, ഒരു അംശം പോലും പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്നില്ല. നരേന്ദ്രമോദി നാളെ മലപ്പുറം ജില്ലയിൽ വരികയാണെങ്കിൽ അന്ന് ഈ പറയുന്ന സൗകര്യം അദ്ദേഹത്തിനാണ് ഉണ്ടാവുക. രണ്ടാമത്തെ കാര്യം, അദ്ദേഹത്തിന് നരേന്ദ്രമോദിയോടൊപ്പം ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ലെന്ന് ആരാണ് റിപ്പോർട്ട് ചെയ്തതെന്ന് എനിക്കറിയില്ല. ഇന്ന് നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ അദ്ദേഹത്തെ വെൽക്കം ചെയ്യാനുള്ള ലൈനപ്പിൽ ആദ്യം നിന്നിരുന്നത് ഡോക്ടർ അബ്ദുൽ സലാമാണ്. നരേന്ദ്രമോദിയെ ബൊക്കെ കൊടുത്ത് സ്വാഗതം ചെയ്തതും നരേന്ദ്രമോദിയെ മലപ്പുറം ലോക്സഭാ മണ്ഡലത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്ത് കൊടുത്തതും അദ്ദേഹമാണ്. അദ്ദേഹം നരേന്ദ്രമോദിയോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഇന്ന് വൈകുന്നേരം ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് മലപ്പുറം മണ്ഡലത്തിലേക്ക് പ്രചരണത്തിന് വേണ്ടി വരണം എന്നാവശ്യപ്പെടാൻ വേണ്ടി വിളിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരുന്നു, എന്താണ്, നരേന്ദ്രമോദിയെ കണ്ടു, അദ്ദേഹത്തെ ക്ഷണിച്ചു, അദ്ദേഹം മലപ്പുറത്തേക്ക് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ലൈനപ്പിൽ പാലക്കാട് ഞാൻ AK ബാലനെയോ മറ്റാരെങ്കിലോ കൂട്ടിയതല്ല. അദ്ദേഹം തന്നെ ഒരു യൂട്യൂബ് ചാനലിന് കൊടുത്ത ഇന്റർവ്യൂ കുറച്ചു നേരം മുമ്പ് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞു, ഞാൻ മോദിജിയെ മലപ്പുറത്തേക്ക് ക്ഷണിച്ചു. അദ്ദേഹം നന്നായിട്ട് ചിരിച്ചു, അല്ലാതെ എനിക്ക് റിപ്ലൈ ഒന്നും തന്നില്ല എന്ന് ഞാൻ വേണമെങ്കിൽ യൂട്യൂബ് ലിങ്ക് അയച്ചു തരാം. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ 4 മണിക്കൂർ വെയിലുണ്ട്, എനിക്ക് അദ്ദേഹത്തിന് വണ്ടി കയറണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, ഫോട്ടോ എടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ കോട്ട് ചെയ്തേ ഉള്ളൂ. AK ബാലൻ ഉന്നയിച്ച ആരോപണമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ താങ്കൾ ഈ പറയുന്നത് പോലെയുള്ള സാങ്കേതികത്വം അതിന് ഉണ്ടാവാം. പറഞ്ഞത് അദ്ദേഹത്തിന് വിഷമമുണ്ടായി എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഏത് ഓൺലൈൻ മാധ്യമമാണ്? ഞാൻ ഫോർത്ത് എന്ന് പറഞ്ഞ ചാനലിലെ ബൈറ്റാണ് കണ്ടത്. അതായത് ശരി, ഞാൻ പറയട്ടെ. അത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനത്തെ ഒരു പ്രസ്താവന അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്? അതിന് അദ്ദേഹത്തോട് ചോദിച്ച ചോദ്യം എന്തായിരുന്നു എന്നൊന്നും എനിക്കറിയില്ല. ഞാനതിൽ സംഘടനയുടെ ഭാഗത്തുനിന്നുള്ള വിശദീകരണമാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണ് പ്രധാനമന്ത്രി കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനും അദ്ദേഹത്തെ യാത്ര അയക്കാനും നേതാക്കൾക്ക് സാധിക്കുന്നതെന്ന് എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കാരണം ജനുവരി 17-ാം തീയതി അദ്ദേഹം കൊച്ചിയിൽ വന്നപ്പോൾ അദ്ദേഹത്തെ യാത്ര അയക്കുന്ന ടീമിൽ ഞാനും ഉണ്ടായിരുന്നു. നമ്മുടെ പേരും വിലാസവും ഒക്കെ വളരെ നേരത്തെ തന്നെ PMAയിലേക്ക് അയച്ചു കൊടുത്ത് അത് SPG ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞ് വളരെ കൃത്യമായിട്ടൊരു പട്ടിക ഉണ്ടാവും. അല്ലാണ്ട് ആ സമയത്ത് ആരെ വാഹനത്തിൽ കയറ്റണം, ആ സമയത്ത് ആരെ ഒഴിവാക്കണം തീരുമാനിക്കാൻ പറ്റില്ല. വളരെ നേരത്തെ തന്നെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. പാലക്കാട് ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥികളാണ് അദ്ദേഹത്തെ വാഹനത്തിൽ അനുഗമിക്കേണ്ടത് എന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുള്ളതായിരുന്നു. അബ്ദുൽ സലാം സാറ് അദ്ദേഹത്തെ സ്വീകരിക്കാനുള്ള ലൈനപ്പിലാണ് ഉണ്ടായിരുന്നത്. അദ്ദേഹം ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചത്, ആദ്യം അദ്ദേഹത്തെ വെൽക്കം ചെയ്തത് ഡോക്ടർ അബ്ദുൽ സലാം സാറാണ്. അദ്ദേഹം നരേന്ദ്രമോദിയോടൊപ്പം നിൽക്കുകയും ഫോട്ടോ എടുക്കുകയും കത്ത് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് വസ്തുത. എന്തുകൊണ്ടാണ് ഈ വാഹനത്തിൽ ഈ പറയുന്ന 3 പേരുണ്ടായത് എന്നതിന്റെ വിശദീകരണം, ഇവർ 3 പേരും പാലക്കാട് ജില്ലയിൽ ഉൾപ്പെടുന്ന മണ്ഡലങ്ങളിൽ പെടുന്ന ആളുകളാണ്. നിവേദിത സുബ്രഹ്മണ്യൻ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണെങ്കിലും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിൽ ഒന്നായിട്ടുള്ള തൃത്താല പൂർണ്ണമായിട്ടും പാലക്കാട് ജില്ലയിലാണ്. ഇതാണ് ആ കാര്യത്തിലുള്ള വിശദീകരണം. 2, അദ്ദേഹത്തിൻ്റെ നരേന്ദ്രമോദിയുടെ വരവ് എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിക്കുന്ന ഒരു ആവേശം ഉണ്ടാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തെ വളരെ പ്രധാനമായിട്ട് മോദി കാണുന്നു എന്നുള്ളൊരു സന്ദേശം ഇത് കൊടുക്കുന്നുണ്ട്. ഒരു MP പോലും നമ്മൾ കേന്ദ്ര സർക്കാരിലേക്ക് സംഭാവന ചെയ്തിട്ടില്ലെങ്കിലും അദ്ദേഹം നമ്മളോട് ആ രീതിയിലുള്ളൊരു അവഗണനയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു വിരോധഭാവമോ അല്ല വെക്കുന്നത്. കേരളത്തിൽ മാത്രമല്ല, പക്ഷേ ഇന്നലെയും മിഞ്ഞാന്നുള്ള പ്രോഗ്രാമുകൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ രാവിലെ നരേന്ദ്രമോദിജി തെലങ്കാനയിലാണ് പങ്കെടുക്കുന്നത്, ഇന്നലെ ഉച്ചയ്ക്ക് അദ്ദേഹം കർണാടകയിലെ ഷിവമോഗയിലാണ് പങ്കെടുക്കുന്നത്, ഇന്നലെ രാത്രി അദ്ദേഹം കോയമ്പത്തൂരിലെ റാലിയാണ് പങ്കെടുക്കുന്നത്, ഇന്ന് രാവിലെ അദ്ദേഹം പാലക്കാട് റോഡ് ഷോ നടത്തുകയാണ്. അതിനുശേഷം ഇന്ന് ഉച്ചയ്ക്ക് അദ്ദേഹം തമിഴ്നാട്ടിലെ സേലത്തിൽ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം മറ്റേതോ ദക്ഷിണേന്ത്യൻ സംസ്ഥാനത്തിൽ ഒരു വലിയ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ദക്ഷിണേന്ത്യ ഇത്തവണ വളരെ ശ്രദ്ധയോടുകൂടി BJP ഗൗനിക്കുന്നുണ്ട് എന്നൊരു കൃത്യമായിട്ടുള്ള സന്ദേശമാണ് ഇത് കാണിക്കുന്നത്. കാരണം എന്താണ്? കാരണം കഴിഞ്ഞ തവണ UPAക്ക് ആകെ 52 MP-മാരാണ് ഉള്ളതെങ്കിൽ ഈ 52-ലെ 30 MP-മാരുള്ളത് ഈ 4 ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇപ്പോഴത്തെ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ അടിത്തറ നിൽക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് കൂടി BJPയുടെ കടന്നുവരവ് പൂർത്തിയായി കഴിഞ്ഞാൽ ഈ പറയുന്ന പ്രതിപക്ഷത്തിന്റെ അവസാനത്തെ അത്താണിയും അവസാനത്തെ ആശ്രയവും ഇല്ലാതെയാവും എന്നുള്ളതാണ്. നരേന്ദ്രമോദി പരമാവധി സീറ്റുകളിലേക്ക് രാജ്യത്തിന്റെ മുഴുവൻ മേഖലകളിലേക്കും BJPയെ വ്യാപിക്കുക എന്നുള്ള ഒരു പ്രതിജ്ഞയുടെ ഭാഗമായിട്ടുള്ള പ്രചരണ പരിപാടിയിലാണ് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പറഞ്ഞതുപോലെ നോർത്ത് ഇന്ത്യയിൽ ഓൾറെഡി ഒരു സാച്ചുറേഷനിൽ എത്തിക്കഴിഞ്ഞു. ഇത്തവണ ദക്ഷിണേന്ത്യയിലേക്ക് കൂടി പൂർണ്ണഭാവത്തിൽ കടന്നു കയറുന്ന BJP
തെരഞ്ഞെടുപ്പിനെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ദക്ഷിണേന്ത്യയിൽ തുടർച്ചയായുള്ള യാത്രകൾ ഉണ്ടാവുന്നത്. ആ ദക്ഷിണേന്ത്യൻ പ്ലാനിൽ കേരളവും വളരെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്നുണ്ട്. ശരി, ഓക്കെ. ഇവിടെ നോക്കൂ എം പ്രകാശൻ മാസ്റ്റർ, പരമാവധി സീറ്റുകൾ സമാഹരിക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യം. കേരളത്തിൽ കിട്ടിയാൽ കൊള്ളാമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്, തമിഴ്നാട്ടിൽ കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് സൗത്ത് ഇന്ത്യൻ മിഷൻ അവർ നടത്തുന്നത്. അപ്പോൾ ഈ CPM-ഉം കോൺഗ്രസും ഒക്കെ അതിനെ ഇങ്ങനെ തമ്മിലടിച്ചാണോ നേരിടേണ്ടത്? നോക്കൂ, നമ്മുടെ അതിർത്തി കടന്നു കഴിഞ്ഞാൽ ഡിണ്ടിഗലിൽ, മധുരയിൽ CPM സ്ഥാനാർത്ഥി കോൺഗ്രസ് മുന്നണിയിലാണ്, DMK മുന്നണിയിലാണ്. കോൺഗ്രസും CPM-ഉം ഒക്കെ ഒറ്റ മുന്നണിയാണ്. രാജസ്ഥാനിലെ സിക്കറിൽ CPM മത്സരിക്കുന്നു. ആരുടെ പിന്തുണയോടുകൂടിയാണ്? കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടിയാണ്. കോൺഗ്രസ് മുന്നണിയിലാണ്. ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ സീറ്റ് ഷെയർ 16 സീറ്റിൽ പ്രഖ്യാപിച്ചിട്ട് ബാക്കി സീറ്റ് കോൺഗ്രസിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഒരു മുർഷിദാബാദിന്റെ കാര്യത്തിൽ തർക്കം ഒന്ന് പരിഹരിച്ചാൽ എങ്ങനെയെങ്കിലും ഈ സീറ്റ് ഷെയറിംഗ് ഒന്ന് ഉറപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കേരള നേതാക്കൾ ഇങ്ങനെ കോൺഗ്രസ് മുഴുവൻ BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ശരിക്കും നിങ്ങളുടെ എതിരാളികൾ, ഇപ്പോൾ മത്സരം CPM-ഉം കോൺഗ്രസും തമ്മിലായിരിക്കും, പക്ഷേ രാഷ്ട്രീയമായി നിങ്ങളുടെ എതിരാളികൾ കോൺഗ്രസ് ആണോ BJP ആണോ? ഇതിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായ കാഴ്ചപ്പാടുള്ള പാർട്ടിയാണ് CPIM. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ലക്ഷ്യം BJP അധികാരഭ്രഷ്ടമാക്കുക എന്നുള്ളതാണ്. BJP അധികാരഭ്രഷ്ടമാക്കാൻ പറ്റാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട BJP വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പ്രസ്ഥാനമേത്? അക്കാര്യത്തിൽ രണ്ടുത്തരവില്ല. അത് ഇടതുപക്ഷമാണ്, പ്രത്യേകിച്ച് CPM ആണ്. BJPയുടെ എതിരായിട്ട് നിൽക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ യഥാർത്ഥത്തിൽ മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കുന്ന ഒരു പാർട്ടിയാണ്. എന്നാൽ BJPയെ പരാജയപ്പെടുത്താൻ അവരാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി എന്ന് വരുന്ന സ്ഥലത്ത് അവർ ജയിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞങ്ങൾ മൗലികമായിട്ട് കാണുന്നത് BJP അധികാര കസേരയിൽ നിന്ന് ഇറങ്ങണം. അതിന് കേരളത്തിൽ BJP എതിർക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ആരാണ്? ഒരു സംശയമുണ്ട്, അവിടെ കാര്യമില്ല, LDF ആണ്, CPM ആണ്. എല്ലാ വിഷയങ്ങളിലും BJP രാഷ്ട്രീയത്തെ കറകളഞ്ഞ് എതിർക്കുന്ന, അവരുടെ എല്ലാ നിലപാടുകളെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടെ ചെറുക്കുന്ന ഒരു പാർട്ടിയാണ് LDF, CPM. അതുകൊണ്ട് BJPയെ പരാജയപ്പെടുത്താനാണ് കോൺഗ്രസ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവർ പിന്തുണക്കുന്നത് കേരളത്തിൽ LDF-നെയാണ്. പകരം അവർ ചെയ്യുന്നത് എന്താ? പകരം ചെയ്യുന്നത് ഇവിടെ BJPയുടെ BTയുമായി നിന്ന് അവർ കേരളത്തിനകത്ത് ഞങ്ങളെ വട്ടിയാടുകയാണ്. പിന്നെ ഇവിടെ ഇന്ത്യ രാജ്യത്തെ BJPയും എനിക്ക് അതിന്റെ ഒരു കണക്ക് മനസ്സിലായില്ല. എം പ്രകാശ് നോക്കുക, നമ്മൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കെടുത്താൽ 90 ലക്ഷത്തിലധികം വോട്ട് നേടിയിട്ടുള്ള മുന്നണിയാണ് UDF. 78 ലക്ഷത്തോളം അടുത്ത് വോട്ട് നേടിയിട്ടുള്ള മുന്നണിയാണ് LDF. ഈ രണ്ട് മുന്നണികളും മത്സരിക്കുന്നു. അതായത് കേരളത്തിന്റെ ഒരു 80% മുകളിൽ വോട്ട് നിങ്ങൾ രണ്ട് മുന്നണികൾക്കാണ്. അവിടെ 30 ലക്ഷം വോട്ട് നേടിയിട്ടുള്ള BJP എതിർക്കാൻ വേണ്ടിയിട്ട് ഈ 90 ലക്ഷം വോട്ടുള്ള UDF, 76 ലക്ഷം വോട്ടുള്ള നിങ്ങളെ പിന്തുണക്കണം. എന്താണ് ഇതിന്റെ കണക്ക്? എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ 2019 ഉടക്കി നിൽക്കുകയാണ്. അതിനുശേഷം ഒരുപാട് രാഷ്ട്രീയം പിന്നോട്ടേക്ക് വന്നു. 2021 അറിയോ നിങ്ങൾക്ക്? അങ്ങനെയാണെങ്കിൽ ശരി, 2021 നിങ്ങൾക്ക് 94 ലക്ഷം വോട്ടും 82 ലക്ഷം വോട്ട് പിന്നെ UDF-നുമാണ്. 25 ലക്ഷം വോട്ടേ BJPക്കുള്ളൂ. അതുകൊണ്ടെന്താ? 11% വോട്ടേ ഉള്ളൂ. അവരൊരു ദുർബലമായ കക്ഷിയാണ് ഇവിടെ. അപ്പോ BJPയെ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസ് പിന്തുണയ്ക്കണോ? BJPയെ അല്ല, പിന്നെന്താ? ഈ കേരളത്തിലെ ഇന്ത്യ രാജ്യത്ത് BJPയെ കൃത്യമായിട്ട് ചെറുക്കുന്ന പാർട്ടി ഏതാ? ഒരു സംശയം ഉണ്ടാവേണ്ടതില്ല, ഞങ്ങളാണ്. ഒരു വിഷയത്തെ സംബന്ധിച്ചും BJPക്കെതിരായിട്ട് നിലപാട് സ്വീകരിക്കാൻ കോൺഗ്രസിനാവുന്നുണ്ടോ? ഇപ്പൊ രാജ്യത്തിന്റെ സമ്പത്ത് വിൽക്കുന്നു. എന്താ നിലപാട് കോൺഗ്രസിന്റെ? സമ്പത്ത് വിൽക്കണം. രാജ്യത്തിനകത്ത് ഇലക്ട്രൽ ബോണ്ട് വേണം. എന്താ കോൺഗ്രസിന്റെ നിലപാട്? ഇലക്ട്രൽ ബോണ്ട് വേണം. രാജ്യത്തിനകത്ത് രാമക്ഷേത്രം ബാബരി പള്ളി പൊളിച്ചിട്ട് പണിയണം. എന്താ കോൺഗ്രസ് നിലപാട്? BJPയുടെ നിലപാടാണ്. ഞങ്ങളങ്ങനെയല്ല. ഞങ്ങൾ ഇന്ത്യ രാജ്യത്തെ കൃത്യമായ നിലപാടോടെ BJP ചെറുക്കുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങൾക്ക് ഇതിൽ എല്ലാ സ്ഥലത്തും ജനങ്ങളുടെ വലിയ പിന്തുണയില്ല എന്നുള്ളത് ശരി. പക്ഷേ BJPക്കെതിരായിട്ട് നിൽക്കുന്ന ഏറ്റവും ശക്തമായ നിലപാടുള്ള പാർട്ടി ഞങ്ങളാണ്. അതെന്താ സംശയമുള്ളത്? പിന്നെ BJPയും കോൺഗ്രസും എന്താ വ്യത്യാസം? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് പഴയ കോൺഗ്രസിൻ്റെ 13 മുഖ്യമന്ത്രിമാർ ഇപ്പോൾ BJP നേതാക്കന്മാരാണ്. കോൺഗ്രസിൻ്റെ 3 PCC അധ്യക്ഷന്മാർ BJP നേതാക്കന്മാരാണ്. ഇവിടെ ഇന്ത്യ രാജ്യത്ത് 7 സ്റ്റേറ്റിൽ കോൺഗ്രസ് ജയിച്ച സ്ഥലത്ത് ഭരിക്കുന്ന BJP-യാണ്. അങ്ങനെയാണെങ്കിൽ ശ്രീ പ്രകാശ് മാസ്റ്റർ, നമ്മൾ ഇവിടുന്ന് പാലക്കാട് വഴി കാർ ഓടിച്ചു പോയി കഴിഞ്ഞാൽ മധുര എത്തുമ്പോൾ സു വെങ്കടേശന്റെ പോസ്റ്റർ കാണും. അതിൽ ഒരു ഭാഗത്ത് സ്റ്റാലിനും ഒരു ഭാഗത്ത് രാഹുൽ ഗാന്ധിയാണ്. നിങ്ങൾ പറയുന്നത് നാളെ BJP ആവാൻ പോകുന്ന കോൺഗ്രസ്സുകാരുടെ ഫോട്ടോ എന്തിനാണ് നിങ്ങളുടെ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റുകട കൂടെ വെക്കുന്നത്? അല്ല, അതാ പറഞ്ഞത്, നിങ്ങൾക്ക് രാഷ്ട്രീയം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചല്ല നിങ്ങൾക്ക് പിന്നെ ആലോചന. നിങ്ങൾക്ക് ഞങ്ങളെ എങ്ങനെ കുറ്റപ്പെടുത്തുന്നതാണ്. ഞങ്ങളുടെ രാഷ്ട്രീയ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യക്കകത്ത് BJPയെ അധികാരഭ്രഷ്ടമാക്കുക, അതിന് ഏറ്റവും കൃത്യമായ നിലക്ക് സഹായിക്കുന്ന മതനിരപേക്ഷ പാർട്ടി ഏതാണോ അവരെ സഹായിക്കുക. ഇതാണ് നിങ്ങൾ ചെയ്യുന്നത്. ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാട്. കേരളത്തിൽ അതിൽ വേറെ ആരെയും തിരയേണ്ട ഒരു ആവശ്യമില്ല.
അത് ഞങ്ങൾ തന്നെയാണ്. ഇവിടെ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയാ കോൺഗ്രസ് എന്ന് മാത്രമല്ല അവരും BJP തമ്മിൽ ഒരു വ്യത്യാസമില്ല. അവർ തമ്മിലുള്ള അതിർവരമ്പുകൾ തീരെ ഇല്ലാതാവുകയാണ്. കരുണാകരന്റെ മകളും ആന്റണിയുടെ മകനും എല്ലാം അങ്ങോട്ടേക്ക് പോകുന്ന അവസ്ഥയാണ്. പിന്നെ അവരെയാണ് BJPക്ക് എതിരായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ആര് വിശ്വസിക്കും? ശരി, അവിടെ ജനങ്ങൾ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. BJPക്ക് എതിരായിട്ട് കേരളത്തിൽ ആശ്രയിക്കാനാവുന്നത് സംശയലേശമെന്നെ എല്ലാവർക്കും അറിയാം, അത് ഞങ്ങളാണ്. CPM-ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ്. ശരി, ഓക്കെ, അതാണ് CPM-നോട്. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായ കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇതിന്റെ പ്രായോഗിക കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ CPM-നെ സംബന്ധിച്ച് ഇത്തവണ പ്രതീക്ഷയ്ക്ക് വകയില്ല. രാജസ്ഥാൻ അതുപോലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിങ്ങൾ മുന്നണിയായിട്ട് മത്സരിക്കുന്നു. CPM-നും CPI-ക്കും ഒക്കെ ദേശീയ പാർട്ടികളാണല്ലോ, അവരുടെ നമ്പർ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡൽഹിയിൽ ചെന്നാൽ CPM-ന്റെയും CPI-യുടെയും കോൺഗ്രസിന്റെയും ഒക്കെ MP-മാർ എടുക്കുന്നത് ഒരേ സമീപനവും ഒരേ നിലപാടുമാണ്. നിങ്ങൾ ഒരുമിച്ച് ഒരു മുന്നണിയിൽ നിൽക്കുന്നവരാണ്. നയസമീപനങ്ങളിലൊന്നും കാര്യമായ വ്യത്യാസമില്ല. പരസ്പരം പിരിയേണ്ടവരല്ല, ഒരുമിക്കേണ്ടവരാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവരുടെ നമ്പർ ഇവിടെ ഒന്ന് അവർക്ക് നമ്പർ കിട്ടാൻ സാധ്യതയുള്ള ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം എന്നിരിക്കെ നിങ്ങളുടെ എല്ലാ വലിയ നേതാക്കളെയും ഇവിടെ കൊണ്ടുവന്ന് മത്സരിപ്പിച്ച് BJP-യോട് മത്സരിക്കാതെ ഇവരുടെ നമ്പർ പിടിച്ചു വാങ്ങിയിട്ട് നമ്മുടെ നമ്പർ കൂട്ടാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവർക്ക് അതിൽ ദേഷ്യം ഉണ്ടാവുമല്ലോ. അഭിലാഷ, ഞാൻ ഒറ്റ ചോദ്യം ഇതിന് മറുപടിയായിട്ട്, BJP-യെ നേരിട്ട് എതിർക്കുന്ന ഏത് പാർലമെൻറ്റ് സീറ്റിലാണ് CPM മത്സരിക്കുന്നത്? BJP ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്ത് CPM-ഉം വന്നിട്ടുള്ള ഏത് പാർലമെൻറ്റ് സെഗ്മെൻ്റാണ് ഉള്ളത്? ശ്രീ പ്രകാശൻ പറഞ്ഞാൽ അതിന് മറുപടിയായി. ഒറ്റ ചോദ്യം, നേരിട്ട് ഒറ്റ ചോദ്യം. BJP ഒന്നാം സ്ഥാനത്ത് അല്ലെങ്കിൽ CPM ഒന്നാം സ്ഥാനത്ത്, രണ്ടാം സ്ഥാനത്ത് BJP അല്ലെങ്കിൽ CPM വന്നിട്ടുള്ള ഒരു പാർലമെൻറ്റ് സെഗ്മെൻറ്റ്, ഒരു അസംബ്ലി, ഒരു പാർലമെൻറ്റ് സെഗ്മെൻറ്റ് കാണിച്ചാൽ മതി, ഇതിന് മറുപടിയാവും. വന്നിരുന്ന് ഘോരഘോരം പറയും ഞങ്ങളാണ്. നില്ല തുടങ്ങിയതല്ലുള്ളൂ. ഇവിടെ ദേശീയ തലത്തിൽ 37% വോട്ട് ഷെയറുള്ള BJP അവർക്ക് 300-ലധികം സീറ്റ് ലഭിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ച് ഏകദേശം 20% വോട്ട് ഷെയർ ഉണ്ട്. ഞങ്ങൾക്ക് സീറ്റ് കുറവാണ്. നിങ്ങളുടെ വോട്ട് ഷെയർ എത്രയാണ്? 1.75. CPI-യുടെ വോട്ട് ഷെയർ എത്രയാണ്? 0.55. അപ്പോൾ 1.25% വോട്ട് ഷെയറുള്ള പ്രകാശൻ്റെ പാർട്ടിയാണ് ദേശീയ തലത്തിൽ BJP-യെ എതിർത്ത് ജനാധിപത്യത്തിൽ തോൽപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ കേരളത്തിൽ വന്നിരുന്നങ്ങ് പറഞ്ഞാലേ അത് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല മലയാളികൾ എന്ന കാര്യം താങ്കൾ മറക്കരുത്. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റിലും ജയിച്ചിട്ടുള്ളത് UDF ആണ് എന്ന കാര്യവും താങ്കൾ മറക്കരുത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കുന്നില്ല. പണ്ട് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയാറുള്ളത് പോലെ അണ്ണാൻ ആനയെ കല്യാണം കഴിക്കാൻ മോഹിക്കുന്നത് പോലെയേ ഉള്ളൂ CPM-ന്റെ ഇത്തരത്തിലുള്ള മോഹങ്ങൾ എന്ന് മാത്രമേ ഞാൻ തൽക്കാലം പറയുന്നുള്ളൂ. ഏതായാലും ഞങ്ങളാണ് BJP-ക്ക് മുഖ്യ ശത്രുക്കൾ എന്നൊക്കെ പറയുന്നതിന് എന്ത് ലോജിക്കാണുള്ളത്? ഇതൊക്കെ ചിലർ പാട്ട് പാടുമെന്ന് ചോദിച്ചാൽ ഞാൻ ബാത്റൂമിൽ കയറുമ്പോഴേ പാടത്തുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് CPM-ന്റെ അവസ്ഥ. കേരളത്തിൽ വന്നതൊക്കെ പറയാം. ഇതിനപ്പുറത്തോട്ടിറങ്ങിയാൽ അഭിലാഷ് തന്നെ ചോദിച്ചല്ലോ, തമിഴ്നാട്ടിലേക്ക് ചെന്നാൽ ദിണ്ടിഗലിലും അതിലും മധുരയിലുമൊക്കെ CPM-ന്റെ പോസ്റ്റർ അടിച്ചിരിക്കുന്ന ഒരു സൈഡിൽ DMK-യുടെ സ്റ്റാലിൻ, മറു സൈഡിൽ വലതേ കൈ ഉയർത്തിക്കൊണ്ട് ശ്രീ രാഹുൽ ഗാന്ധി. പോവുമോ നിങ്ങളവിടെ പ്രചാരണത്തിന്? പോകുമ്പോൾ അവിടെ എന്ത് പറയും? കോൺഗ്രസ് നേതാക്കന്മാരെ വേദിയിൽ എത്തിക്കൊണ്ടായിരിക്കുമോ നിങ്ങൾ സംസാരിക്കുക? ഇനി രാജസ്ഥാനിൽ ഇവിടുത്തെ PB അംഗങ്ങൾ പോകുമോ മത്സരിക്കുന്നിടത്ത്? അവിടെ ആരാണ് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത്? അവിടെ ആരോടൊപ്പമാണ് മത്സരിക്കുന്നത്? അപ്പോൾ കേരളത്തിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ശേഷിയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം. നിങ്ങൾ എന്തെല്ലാം രാഷ്ട്രീയ പൊറാട്ട് നാടകങ്ങൾ നടത്തിയാലും ദേശീയ തലത്തിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു BJP വിരുദ്ധ മുന്നണി ഉണ്ടാകില്ല എന്ന് കേരളത്തിലെയും ഇന്ത്യയിലെയും ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. അങ്ങനെ ഇരിക്കെ എന്തിനാണ് ഈ എടുക്കാൻ മേലാത്ത നിങ്ങളുടെ അവകാശവാദങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ഇറങ്ങുന്നത്? ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നത്, എന്തിനാണ് ഇങ്ങനെ എടുക്കാൻ മേലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നത്? നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾ ആദ്യം ബോധ്യപ്പെടുക. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലെങ്കിലും ജനങ്ങൾക്ക് മനസ്സിലാകില്ലേ അതൊക്കെ? എന്നിട്ട് വേണ്ട ഇങ്ങനെ ഇത്തരത്തിലുള്ള തള്ളി ഇതങ്ങ് അറബിക്കടലിൽ പോകുമല്ലോ. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഇവിടെ BJP പറഞ്ഞതിനെക്കുറിച്ച്, BJP ദക്ഷിണേന്ത്യയിലേക്ക് ഇങ്ങ് പിടിച്ചടക്കാൻ വരികയാണ് BJP-യുടെ പ്രധാനമന്ത്രി. നടക്കട്ടെ, നല്ല കാര്യം. അദ്ദേഹം ഇവിടെ കേരളത്തിൽ 3-4 പ്രാവശ്യം വന്നു, വീണ്ടും വരും എന്ന് പറയുന്നത് വരട്ടെ. ഇവിടെ ഇന്ന് അദ്ദേഹം പറഞ്ഞത് ഷിമോഗയിൽ പോയി എന്നാണ് BJP-യുടെ പ്രതിനിധി പറഞ്ഞത്. കർണാടകത്തിലെ അവസ്ഥ എന്താ? കർണാടകത്തിൽ ഇന്ന് 2 പൊട്ടി. അതുപോലെ മിസ്റ്റർ പ്രകാശൻ പറഞ്ഞല്ലോ, കോൺഗ്രസിൻ്റെ പഴയ മുഖ്യമന്ത്രിമാർ ഉൾപ്പെടെ പോയി. സദാനന്ദ ഗൗഡ കോൺഗ്രസിൻ്റെ വാതിൽ കാത്തു നിൽക്കുക. ഇപ്പോഴും ഒരു S മൂളിയാൽ അകത്തോട്ട് കയറി വരാമെന്ന് പറഞ്ഞ് നിൽക്കുക. അല്ല, ഇനി പുള്ളി S മൂളിയോ? ആരാ? സദാനന്ദ ഗൗഡ. അതാ ഞാൻ പറഞ്ഞേ, ഞങ്ങളൊരു S മൂളിയാൽ അദ്ദേഹം അകത്ത് കയറാമെന്ന് പറഞ്ഞ് നിൽക്കുക. ഇപ്പോഴും ഇല്ല എന്ന് പറയാമോ? ഇപ്പോഴും DK ശിവകുമാറിൻ്റെ വീട്ടുവാതിൽ കാത്തു നിൽക്കുക. നിഷേധിക്കാനാകുമോ? ഇനി അവിടുത്തെ ജനതാദളിൻ്റെ എന്താ അവസ്ഥ? കുമാരസ്വാമി എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ദേവയുടെ മകൻ
അവരുടെ 3 സീറ്റിനെ സംബന്ധിച്ച് മാണ്ഡ്യ, പിന്നെ ഹാസൻ, കോലാർ, ആ 3 സീറ്റുകളിൽ അവർക്കുള്ള തർക്കം, അവരുടെ മൈസൂർ ഉൾപ്പെടെ എടുത്ത് അവിടുത്തെ രാജാവിനെ മത്സരിപ്പിക്കുന്നു BJP, അതൊക്കെ പോട്ടെ, ഏതായാലും അവരുടെ തമ്മിലുള്ള വിഷയമാണ്. അപ്പോൾ അവിടെ അങ്ങനെ പോകുമ്പോൾ അവിടുത്തെ ആ ഘടകകക്ഷി നോക്കൂ, ഈ കുമാരസ്വാമിയെക്കുറിച്ച് പറയുമ്പോൾ അതേ പാർട്ടിയിൽപ്പെട്ട 2 MLA മാർ പ്രകാശ് മാസ്റ്റർ മടിയിലായിരിക്കുന്നത്, പിണറായി വിജയൻ്റെ മടിയിലായിരിക്കുന്നത്, ഒരാൾ സംസ്ഥാനത്ത് മന്ത്രിയാണ്. അപ്പോൾ ഇപ്പം എന്താ പ്രകാശ് മാസ്റ്റർ കേട്ടിരുന്നോ? അത് കുമാരസ്വാമി BJPയുമായി തർക്കത്തിലാണ്. കുമാരസ്വാമിയുടെ 2 MLA മാർ ഇവിടെ ഉണ്ട്, അതിലൊരാൾ മന്ത്രിയാണ് കൃഷ്ണൻകുട്ടി. ഇതൊക്കെ താങ്കൾക്ക് അറിയാമായിരിക്കുമല്ലോ. ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ കേരളത്തിലെ ഇടതുമുന്നണിയിലുള്ള 2 ഘടകകക്ഷികളിൽ ഒരു ഘടകകക്ഷിയിൽ 2 MLA മാരുള്ളതിൽ ഒരാൾ BJP ഒരു മന്ത്രിയായിരിക്കെ അവർ BJP മുന്നണിയിലാണ് ദേശീയ തലത്തിൽ. നിഷേധിക്കാൻ കഴിയുമോ? ഇനി പോട്ടെ, EP ജയരാജൻ എന്താ പറയുന്നത്? EP ജയരാജൻ പറയുന്നത് ഇവിടെ BJPയാണ് ഏറ്റവും നല്ല മുന്നണി, ഞങ്ങളോട് മത്സരം BJPക്കാണ്, പ്രധാനപ്പെട്ട 3-4 സ്ഥാനാർത്ഥികളുണ്ട്, അതിലൊരാൾ എൻ്റെ ഭാര്യയുടെ പേരിലുള്ള റിസോർട്ട് വാങ്ങിയ പിന്നെ സ്ത്രീയുടെ ഭർത്താവാണ്, കേന്ദ്രമന്ത്രിയാണ് എന്നൊക്കെ പറയുന്ന ലെവലിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ബാന്ധവം ഇത് ഈ ഒരു തർക്കം ഞാൻ ചോദിക്കട്ടെ, UDFൻ്റെ കൺവീനറായിരുന്നു, കൺവീനറുടെ പിന്നെ അല്ലെങ്കിൽ കൺവീനറുടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു പ്രോപ്പർട്ടി ആയിരുന്നു BJPയുടെ ഒരു കേന്ദ്രമന്ത്രി വാങ്ങിയിരുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ എന്തുമാത്രം ചന്ദ്രഹാസ്യം ഇളക്കുമായിരുന്നു ശ്രീ പ്രകാശൻ? നിങ്ങൾ എന്തെല്ലാം വിപ്ലവം ഇവിടെ ഉണ്ടാക്കുമായിരുന്നു? എന്തേ മുഖ്യമന്ത്രി മിണ്ടുന്നില്ല? എന്തേ LDF കൺവീനർ മിണ്ടുന്നില്ല? ആ ഡീലിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത്? നിങ്ങൾക്കൊന്ന് വാ തുറന്ന് പറയാമോ? അത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? P ജയരാജനാണ് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റിയിൽ അതിനെക്കുറിച്ച് പറഞ്ഞത് അല്ലേ? അത് അവിഹിതമായി ഉണ്ടാക്കിയിട്ടുള്ള റിസോർട്ടാണെന്ന്. ആ റിസോർട്ടിനെതിരെ വന്നിട്ടുള്ള ED എൻക്വയറി ഉൾപ്പെടെ, ഇൻകം ടാക്സ് എൻക്വയറി ഉൾപ്പെടെ, അത് ഉൾപ്പെടെ നിലച്ചു പോയത് എപ്പോഴാണ്? അത് രാജീവ് ചന്ദ്രശേഖർ ഏറ്റെടുത്തപ്പോഴാണ്. നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ശരി, ഇതാണ്. അപ്പോൾ ഇത്തരത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ നീ പറഞ്ഞു. ഇവിടെ പത്മജ വേണുഗോപാൽ പോയതിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെ കണ്ണന്താനം നിങ്ങളുടെ MLA ആയിരുന്നു, പിന്നീട് BJPയിൽ പോയി കേന്ദ്രമന്ത്രിയായി അല്ലേ? വിശ്വനാഥ മേനോൻ നിങ്ങളുടെ ധനകാര്യമന്ത്രിയായിരുന്നു, പിന്നീട് BJPയുടെ സ്ഥാനാർത്ഥിയായി, NDAയുടെ സ്ഥാനാർത്ഥിയായി. നിഷേധിക്കാൻ കഴിയുമോ? അതൊക്കെ നിങ്ങളങ്ങ് മറക്കുക, അപ്പോൾ ഇവിടെ ഒക്കെ ചങ്ങായിമാരായിട്ടുള്ളത് LDFും BJPയും ആണ്, ഒരു തർക്കവും വേണ്ട. അതിന് പാലമായിട്ടുള്ളത് LDFൻ്റെ കൺവീനർ തന്നെയാണ്. അതിനെന്താ തർക്കം? ശരി, ഓക്കെ. ഇവിടെ ശ്രീ ശങ്കുട്ടി ദാസ്, കേരളത്തിലെ മിക്കവാറും തെരഞ്ഞെടുപ്പുകളിലൊക്കെ ആർക്കാണ് BJP ബാന്ധവം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ചർച്ചയായി വരാറുണ്ട്. പഴയ ചില ബാന്ധവങ്ങളുടെ കഥകളൊക്കെ പൊങ്ങി വരാറുണ്ട്. അതൊരു പ്രധാനപ്പെട്ട നറേറ്റീവായി പല തെരഞ്ഞെടുപ്പുകളിലും പലയിടത്തും വന്നിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, കേരളത്തിൽ നിന്ന് LDF ജയിച്ചാലും UDF ജയിച്ചാലും അത് ഇന്ത്യ മുന്നണിയുടെ കിറ്റിയിലാണ് പെടുക. ഇപ്പോൾ തമിഴ്നാട്ടിലെ 39ഉം കേരളത്തിലെ 20ഉം കൂടി കൂട്ടിയാലുള്ള മുഴുവൻ സംഖ്യയും ഇന്ത്യ മുന്നണിക്ക് കിട്ടുമെന്നുള്ളതാണ് പൊതുവെയുള്ള ഒരു വിലയിരുത്തലോ, അല്ലെങ്കിൽ പല പോൾസ്റ്റേഴ്സും പറയുന്നത് സമ്പൂർണ്ണമായി കേരളം, തമിഴ്നാട് ഉണ്ടാവും. അതുപോലെ തന്നെ തെലങ്കാനയിൽ മികച്ച ഒരു പെർഫോമൻസ് ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. കർണാടകയുടെ കാര്യത്തിൽ പക്ഷേ നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് സെഫോളജിസ്റ്റുകൾക്ക് ആത്മവിശ്വാസം ഇല്ല. 10-20 സീറ്റിൽ കൂടുതൽ, 24 സീറ്റ് വരെ BJP വാങ്ങും എന്നുള്ളതാണ് കണക്ക്. വാട്ടവർ, എന്തായാലും ഇവിടെ ഇപ്പോൾ ശ്രീ ശങ്കുട്ടി ദാസ്, ഇവർ 2 കൂട്ടരിൽ ആര് ജയിച്ചാലും അത് ഇന്ത്യ മുന്നണിയുടെ കണക്കിലാണ് പെടുക എന്നുള്ളതിരിക്കെ ഏതെങ്കിലും ഒരു കൂട്ടർ ജയിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടർ, ഇവരിൽ ഒരു കൂട്ടർ ജയിച്ചാൽ കൊള്ളാമായിരുന്നു എന്ന ആഗ്രഹം നിങ്ങൾക്കുണ്ടാകുമോ? തീർച്ചയായിട്ടും ഞങ്ങൾക്കില്ലല്ലോ. ഞങ്ങളിവിടെ 2 പേരോടും അല്ലേ മത്സരിക്കുന്നത്. ഞങ്ങളിവരെ 2 പേരെയും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളായി കണ്ട് ഇവർ തമ്മിൽ യാതൊരു ആശയപരമായോ പ്രത്യയശാസ്ത്രപരമായോ പ്രായോഗികമായിട്ടുള്ള യാതൊരു വ്യത്യാസവും ഇല്ല. നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്താലും നിങ്ങൾ ഒരേ ആൾക്ക് തന്നെയാണ് വോട്ട് ചെയ്തത്. അതുകൊണ്ട് ഒരു മാറ്റത്തിന് വേണ്ടി ഇത്തവണ വോട്ട് ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയായിട്ടാണല്ലോ ഞങ്ങൾ ഒരേ സമയം ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയും എതിർത്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നോക്കൂ, ഇവിടെ BJP മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ഈ പറയുന്ന പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെക്കുന്നത് എന്താണ്? ഇവർക്ക് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന എന്തെങ്കിലും ഒരു വിഷനോ, എന്തെങ്കിലും ഒരു കാഴ്ചപ്പാടോ, എന്തെങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടോ? ഇവരുടെ ആകെ മുദ്രാവാക്യം എന്ന് പറയുന്നത് BJP എതിർക്കാൻ ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇവർ തമ്മിലുള്ള മത്സരം തന്നെ ആരാണ് കൂടുതൽ കാര്യക്ഷമമായിട്ട് BJPനെ എതിർത്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. UDF പറയുന്നു ഞങ്ങളാണ് CPMനേക്കാൾ നന്നായിട്ട് BJP എതിർക്കുന്നത്, CPM പറയുന്നു അല്ല അവരെക്കാൾ നന്നായിട്ട് എതിർക്കുന്നത് ഞങ്ങളാണ്. BJP എതിർക്കുക എന്നുള്ള കാര്യത്തിലൊരു മത്സരം, അതിൽ 1ാം സ്ഥാനം എത്തുന്ന ആൾക്കാണ് കേരളത്തിലെ വോട്ട് എന്ന രീതി എന്തൊരു കൗതുകമാണ്. നിങ്ങൾക്ക് ഈ രാജ്യത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാട് എന്താണ്? BJP ആരെങ്കിലും എതിർക്കാൻ വേണ്ടിയിട്ടല്ല തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. 2014 കോൺഗ്രസ് മുക്ത ഭാരത് എന്ന മുദ്രാവാക്യം
മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടുള്ള പാർട്ടി അവിടെ നിന്നൊക്കെ ബഹുദൂരം മുന്നോട്ട് എത്തിക്കഴിഞ്ഞു. ഇപ്പോൾ ഈ പറയുന്ന ആളുകളെയൊന്നും അങ്ങനെ ഒരു എതിരാളികളായി പോലും കാണാതെ രാജ്യത്തിന്റെ ഭാവിയെ സംബന്ധിക്കുന്ന ഒരു കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചിട്ടാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. നരേന്ദ്രമോദി പുറത്തിറക്കിയിട്ടുള്ള വോട്ടർമാർക്കുള്ള അഭ്യർത്ഥന, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് 16-ാം തീയതി നരേന്ദ്രമോദി പുറപ്പെടുവിച്ചിട്ടുള്ള അഭ്യർത്ഥന അങ്ങ് വായിച്ചിട്ടുണ്ടാവും. അല്ല, അദ്ദേഹം പറയുന്നു കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ കഴിഞ്ഞ 70 വർഷത്തെ ഭരണകർത്താക്കൾ നിർമ്മിച്ചിട്ടുള്ള വിടവുകൾ നികത്തുന്നതിനാണ്, ആ ഡെവലപ്മെന്റ് ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നതിനാണ് ഞങ്ങൾ ശ്രദ്ധിച്ചത്. ആളുകൾക്കിടയിൽ ആത്മവിശ്വാസം ഇൻസ്റ്റാൾ ചെയ്യുന്നതിനാണ്, രാജ്യത്തിന്റെ പ്രതാപം, രാജ്യത്തിന്റെ പ്രതിച്ഛായ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്നതിനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇനിയുള്ള 10 വർഷം നമ്മൾ അടുത്ത 1000 വർഷത്തേക്കുള്ള ഈ രാജ്യത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള റോഡ് മാപ്പ് നിർമ്മിക്കാൻ പോവുകയാണ്. നമ്മൾ ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു വികസന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ നമ്മൾ ഒരേ സമയത്ത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ കാര്യത്തിലും അതേസമയം തന്നെ കൾച്ചറൽ ഹെറിറ്റേജിന്റെ റിജുവിനേഷന്റെ കാര്യത്തിലും ശ്രദ്ധിച്ചു. ഇനി അങ്ങോട്ട് നമ്മൾ 1000 വർഷത്തേക്കുള്ള ഒരു രാജ്യത്തെ നിർമ്മിക്കാൻ പോവുകയാണ്. അങ്ങനെ ഭാവനാത്മകമായിട്ടുള്ള ഭാവിയെ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു വിഷനോട് കൂടി നിൽക്കുന്ന ഒരു പാർട്ടി ഇപ്പുറത്ത് BJP ആരാണ് കൂടുതൽ നന്നായി എതിർക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കുന്ന 2 പാർട്ടികൾ. ഇതിൽ ആരെയാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കേണ്ടതെന്നുള്ളതല്ലേ ഇവിടുത്തെ യഥാർത്ഥത്തിലുള്ള ചോദ്യം. ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഒരു മുന്നണിക്ക് അല്ലെങ്കിൽ ഒരു പാർട്ടിക്ക് അടിസ്ഥാനപരമായിട്ട് വേണ്ടത് 3 കാര്യങ്ങളാണ്. 1 ഒരു ആദർശം വേണം, 2 ഒരു പാർട്ടി സംഘടനാ സംവിധാനം വേണം, 3 ഒരു മുന്നണി വേണം. ഈ പറയുന്ന ഈ കൂട്ടർക്ക് ഇത് 3ഉം ഇല്ല. ആരാണ് ഇവരുടെ നേതാവ്? നരേന്ദ്രമോദിക്ക് ബദലായിട്ട് ഇവർ ഉയർത്തി കാണിക്കുന്ന നേതാവ് ആരാണ്? അത് എന്താണ്, മമതാ ബാനർജി ആണോ, അരവിന്ദ് കെജ്രിവാൾ ആണോ, നിതീഷ് കുമാർ ആയിരുന്നു കുറെ കാലം, അദ്ദേഹം ഇപ്പോൾ BJPയുടെ സഖ്യകക്ഷിയാണ്, രാഹുൽ ഗാന്ധി ആണോ, സ്റ്റാലിനാണോ? ഈ കാര്യത്തിൽ ഇവർക്ക് തർക്കമില്ല. ഇവരുടെ മുന്നണിയിൽ ആരൊക്കെ ഉണ്ട്, മുന്നണിയിൽ ആരൊക്കെ ഇല്ല, CPM ഈ മുന്നണിയുടെ ഭാഗമാണോ പുറത്താണോ വ്യക്തമല്ല. സംഘടനാ സംവിധാനം എടുത്തു കഴിഞ്ഞാൽ ഈ 2 പാർട്ടികളും അവരുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ദുർബലമായിട്ടുള്ള ദശാസന്ധിയിലൂടെ കടന്നു പോകുന്ന കാലഘട്ടമാണ്. എന്നിട്ട് ഇവർ പരസ്പരം ഇവർക്ക് ആകെ വോട്ടുള്ള ഒരു കേരളം എന്ന തുരുത്തിൽ ഇരുന്നു കൊണ്ട് BJP വിരുദ്ധതയുടെ പേരിൽ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ BJP ഇത്തവണ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇത്രയും കാലം മാറി മാറി പരീക്ഷിച്ചിട്ടുള്ള ഈ ഒരേ പരീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ BJPയെ പരീക്ഷിക്കാൻ നിങ്ങൾ തയ്യാറായി കഴിഞ്ഞാൽ ഒരു മെച്ചപ്പെട്ട ഭാവി, ഒരു ശ്രേഷ്ഠമായിട്ടുള്ള ഭാരതം എന്നുള്ള ആദർശമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആ രീതിയിൽ BJP മുന്നോട്ട് വെച്ചിട്ടുള്ള സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണെന്ന് LDFന്റെ കൺവീനറായിട്ടുള്ള EP ജയരാജൻ തന്നെ പറയേണ്ടി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ആയിക്കോട്ടെ, ആറ്റിങ്ങലായിക്കോട്ടെ, തൃശ്ശൂരായിക്കോട്ടെ, കോഴിക്കോട്ടായിക്കോട്ടെ BJP ഏറ്റവും പ്രതിഭാധനരായിട്ടുള്ള സ്ഥാനാർത്ഥികളാണ് മുന്നോട്ട് വെച്ചത് എന്ന് LDFന്റെ കൺവീനറായിട്ടുള്ള EP ജയരാജൻ പറയുന്നു. വലതുപക്ഷത്തിരിക്കുന്ന കോൺഗ്രസിലിരിക്കുന്ന വളരെ പ്രമുഖരായിട്ടുള്ള എത്രയോ നേതാക്കന്മാർ BJPയിലേക്ക് വന്നു. കഴിഞ്ഞ ദിവസം ശശി തരൂരിന്റെ ട്വീറ്റ് അങ്ങ് കണ്ടിരുന്നു. നിങ്ങൾ വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനെ പറ്റി നിങ്ങൾ വല്ലാതെ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിങ്ങൾ എനിക്കെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തുന്നത് BJPയുടെ ജയസാധ്യത വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ LDFന്റെ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്തുള്ള സ്ഥാനാർത്ഥിയെ പിൻവലിച്ചിട്ട് എന്റെ ജയം ഉറപ്പുവരുത്തണം. കാരണം രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയുന്ന കാൻഡിഡേറ്റ് അവിടെ ജയത്തിലേക്ക് അടുക്കുകയാണെന്ന് ശശി തരൂരാണ് പറയുന്നത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലുള്ള പൾസ് എന്താണ്, തൃശ്ശൂരിലുള്ള പൾസ് ജ്യോതികുമാർ ചാമക്കാലയ്ക്ക് അറിയാലോ. എന്താണ് പ്രഖ്യാപനം വരുന്നതിന് മുൻപ് തന്നെ സുരേഷ് ഗോപിയാണ് സ്ഥാനാർത്ഥി എന്ന് മുൻകൂട്ടി തീരുമാനിച്ചിട്ട് MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷത്തിന്റെ മുഴുവൻ മെക്കാനിസം അദ്ദേഹത്തെ വട്ടം കൂടി ആക്രമിക്കാൻ തയ്യാറായി നിന്നിരുന്നത്. അപ്പൊ ആ രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു വ്യത്യസ്തമായത് എന്തെങ്കിലും അവർക്ക് വാഗ്ദാനം ചെയ്യുന്ന, കേരളത്തെ സംബന്ധിച്ചും രാജ്യത്തെ സംബന്ധിച്ചും വീക്ഷണമുള്ള ഒരേ ഒരു പാർട്ടി എന്ന രീതിയിലാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. ശരി, ഇതാണ് BJPയുടെ നിലപാട്. എന്തായാലും മാതൃഭൂമിയുടെ പൊളിറ്റിക്കൽ മാർക്കിന്റെ അഭിപ്രായ സർവേയിലെ ആദ്യത്തെ മണ്ഡലം തിരുവനന്തപുരമാണ്. ഈ പറഞ്ഞതുപോലെ ശശി തരൂരിനെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ രാജീവ് ചന്ദ്രശേഖർ പിടിച്ചിരിക്കുകയാണോ എന്ന് നമുക്ക് 8:30 കഴിഞ്ഞാൽ ഉടനെ അറിയാൻ പറ്റും. ശ്രീ പ്രകാശൻ മാസ്റ്റർ, ഇവിടെ ഇപ്പോൾ BJPയെ ആരാണ് മികച്ച രീതിയിൽ എതിരിടുന്നത് എന്നുള്ളതാണോ, ആ ഒരൊറ്റ ചോദ്യമാണോ കേരളത്തിലെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നയിക്കേണ്ടത്? ഇവിടെ ഇപ്പോൾ EP ജയരാജന്റെ കാര്യം പറഞ്ഞു. BJPയുടെ സ്ഥാനാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ട എന്ത് കാര്യമാണ് LDF കൺവീനർക്കുള്ളത്? BJPയുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന് LDF കൺവീനർ പറഞ്ഞു. UDFന്റെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അപ്പോൾ നിങ്ങൾ 2 പേരോടും മത്സരിക്കുകയാണെങ്കിൽ പിന്നെ ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ മികച്ചവരാണെന്ന് പറയേണ്ട കാര്യം എന്താണ്? പിന്നെ കേരളത്തിലെ മത്സരം ഏറ്റവും കുറഞ്ഞത് 18 മണ്ഡലങ്ങളിലെങ്കിലും നേരിട്ടുള്ള LDF UDF ഫൈറ്റാണ് എന്ന് എനിക്ക് BJP ആണ് ഞങ്ങളുടെ എതിരാളി എന്ന് LDF കൺവീനർ പറയാണ്. ഇതിൻ്റെയൊക്കെ പൊളിറ്റിക്സ് എന്താണ്? എങ്ങനെയെങ്കിലും BJPയുടെ നമ്പർ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് ഒരു ഭാഗത്ത് പറയുകയും ഇവിടെ വേറൊന്ന് പറയുകയും, ഇതൊക്കെ ആത്യന്തികമായി ഇതുകൊണ്ടൊക്കെ ലക്ഷ്യം വെക്കുന്നത് എന്താണെന്ന് ഈ പാവപ്പെട്ട സമ്മതിദായകർ എങ്ങനെ മനസ്സിലാക്കും? ഇതിൽ കേരള ഗവൺമെൻറ്റിന് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട്. അത് ഇന്ത്യക്കകത്ത് കോൺഗ്രസും BJPയും സ്വീകരിക്കുന്ന നയങ്ങൾക്ക് പകരമായി ജനകീയ ബദൽ നയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു മുന്നണിയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇപ്പം ഞാൻ പറയട്ടെ, കോൺഗ്രസിനും BJPയും ഒരേ നാണയത്തിൻ്റെ 2 വശമാണ്. ഇപ്പോൾ ഇലക്ട്രൽ ബോർഡിൽ അവർക്ക് 2 പേർക്കും ഒരേ നയമാണ്, ഞങ്ങൾക്കെതിരാണ്. ആസ്തി വിൽപ്പന അവർക്ക് 2 പേർക്കും ഒരേ നയമാണ്, ഞങ്ങളെതിരാണ്.
ഇസ്രയേൽ ബന്ധം അവർ രണ്ടുപേർക്കും ഒരേ നയാണ്, ഞങ്ങൾക്ക് വേറെ നയാണ്. സ്വതന്ത്ര വ്യാപാര കരാർ അവർക്ക് രണ്ടുപേർക്കും ഒരേ നയാണ്, ഞങ്ങൾക്ക് വേറെയാണ്. അമേരിക്കൻ ആശ്രയത്വം, NIA ഭേദഗതി, രാമക്ഷേത്ര വിഷയം, പൗരത്വ വിഷയം, പൊതുമേഖലാ സംരക്ഷണം, തൊഴിലാളി നിയമം, കാർഷിക പരിഷ്കാരം, കോർപ്പറേറ്റ് വൽക്കരണം, ഗോമാംസ നിരോധനം, ഇതിലെല്ലാം BJPക്കും കോൺഗ്രസിനും ഒരേ നിലപാടാണ്. ഞങ്ങളുടെ നിലപാടിനാണ് പ്രശ്നം. ഇവിടെ ഇപ്പോൾ ഈ രണ്ട് പാർട്ടികളും ഇഷ്ടംപോലെ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിച്ചില്ലല്ലോ ഞങ്ങൾ. അതിനെതിരെ കേസിന് പോയല്ലോ. ഞങ്ങൾ ചെറിയ പാർട്ടിയായിരിക്കാം, പക്ഷേ ഞങ്ങളുടെ നിലപാടല്ലേ ശരിയും തെളിഞ്ഞത്. കോൺഗ്രസ് അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തകർച്ചയെ നേരിടുകയാണ്. ഇന്ന് വരെ കേരളത്തിൽ അവർക്കുള്ള വിശ്വാസ്യത സമ്പൂർണ്ണമായി തകർന്നിരിക്കുന്നു. ഇവരെ വിശ്വസിക്കാനാവില്ല. ഇവർ നാളെ BJPയിലേക്ക് പോകുമെന്ന് ആരെക്കുറിച്ചും പറയാൻ വേണ്ടി കഴിയാത്തൊരു നിലയാണ്. KPCC അധ്യക്ഷൻ, പ്രതിപക്ഷ നേതാവ്, ആരെക്കുറിച്ചാണ് അങ്ങനെ പറയാൻ കഴിയാതിരിക്കുന്നത്? BJP ആയിട്ട് ജയിക്കുന്ന ആള്, കോൺഗ്രസ്സായി ജയിക്കുന്ന ആൾ നാളെ BJP ആവും. അതല്ലെന്ന് പറയാൻ ആർക്കും ആവില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നിർത്തിയിരിക്കുന്ന 20 സ്ഥാനാർത്ഥികളിൽ ലീഗിൻ്റെ ആൾ ഒഴിച്ചാൽ ഇവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ BJPയിലേക്ക് പോകില്ല എന്നുള്ള എന്താ ഉറപ്പ്? ലീഗിന്റെ ആള് പോകില്ല എന്ന് ഉറപ്പിച്ചു പറയും. കാലിക്കറ്റ് സർവകലാശാലയിലെ ലീഗിന്റെ നോമിനിയായി VC ആയ ആളല്ലേ ഇപ്പൊ മലപ്പുറത്തെ സ്ഥാനാർത്ഥി. 101% ഉറപ്പ്, 101% ഉറപ്പ്. നിങ്ങള് CPM-ന്റെ ഒന്നും ഒരു നേതാവും BJPയിലേക്ക് പോയിട്ടില്ല. CPM-ന് ഞങ്ങൾക്ക് കേന്ദ്ര കമ്മിറ്റിയും അതുപോലെ PB ഒക്കെ ഉണ്ടല്ലോ, ഒരു നേതാവും പോയിട്ടില്ല. ഞങ്ങളുടെ ഒരു മുഖ്യമന്ത്രിയും പോയിട്ടില്ല. നിങ്ങളങ്ങനെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ മുഖ്യമന്ത്രിമാർ പോയിരിക്കുന്നു 13 പേര്. എങ്ങനെ വിശ്വസിക്കുക? PCC അധ്യക്ഷന്മാർ പോയിരിക്കുന്നു 3 പേര്. എങ്ങനെ വിശ്വസിക്കും? ഞങ്ങൾക്കുണ്ടായിരുന്നല്ലോ 3-4 സ്റ്റേറ്റില്, ഞങ്ങളാരും പോയിട്ടില്ലല്ലോ. നിങ്ങളെങ്കിലും ഈ ചരിത്രത്തിലെ, കേരളത്തിലെ കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇതുപോലെ കോൺഗ്രസ് വിശ്വാസ തകർത്ത് നേരിട്ട മറ്റൊരു കാലമില്ല. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ലീഗിന് വിശ്വാസമുണ്ടോ? കോൺഗ്രസ്സുകാരെ ലീഗിന് ആൾ വിശ്വസിക്കുന്നുണ്ടോ? കോൺഗ്രസിന്റെ ആളുകളെ? ഞാൻ വേണമെങ്കിൽ BJPയിലേക്ക് പോകുമെന്ന് പറയുന്ന KPCC അധ്യക്ഷൻ, അദ്ദേഹമല്ലേ കേരളത്തിലെ നയിക്കുന്നത്? ഇവിടെ അവരുടെ ശാഖ സംരക്ഷിക്കാൻ ഞാൻ മുന്നിൽ നിന്നു എന്ന് പറയുന്ന ആളല്ലേ ഇവിടെ കേരളത്തിലെ KPCC അധ്യക്ഷൻ? എന്നിട്ട് ഒരാളുടെ പ്രസ്താവന ഉണ്ടായി എന്നാണ്. അവിടെ BJPയും ഞങ്ങളും തമ്മിലാണ് മത്സരമെന്ന് EP ജയരാജൻ പറഞ്ഞിട്ടേ ഇല്ല. അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി, കേരളത്തിലെ മുഖ്യമന്ത്രി കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, കേരളത്തിലെ മത്സരം LDF UDF തമ്മിലാണ്. അങ്ങനെയല്ല എന്ന് EP ജയരാജൻ പറഞ്ഞോ? നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതല്ലേ? നിങ്ങൾ ഇവിടെ ഞങ്ങൾ ഇല്ല പറഞ്ഞില്ല, പറഞ്ഞില്ല, ഇല്ലെന്ന് അദ്ദേഹം പറഞ്ഞ കാര്യം കേരളീയ സമൂഹം മുഴുവൻ കണ്ടതല്ലേ? തെറ്റിദ്ധരിപ്പിക്കുന്നല്ലേ അദ്ദേഹം പറഞ്ഞ കാര്യം? ഞാൻ ഒരു കാര്യം പറയാം. കേരളത്തിലെ മണ്ഡലങ്ങളിലെ മത്സരം LDF-ഉം BJPയും തമ്മിലാണ്. പറഞ്ഞ കാര്യം കേൾപ്പിക്കുക. എന്തിന് ഞാൻ പറയിപ്പിക്കേണ്ട ആവശ്യമോ? ഞാൻ പറയിക്കേണ്ട ആവശ്യം പറഞ്ഞില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രസ്താവന ആരുടെയും വായിൽ തിരിയണമെന്നുണ്ടാവും. ഒരിക്കലും ജീവിക്കുന്നത് EP ജയരാജൻ കേരളീയ സമൂഹത്തോട് പറഞ്ഞതാണ്. EP ജയരാജൻ കേരളീയ സമൂഹത്തോട് പറഞ്ഞതാണ് BJP ഇവിടെ മത്സരം നടക്കുന്നത് LDF-ഉം BJPയും തമ്മിലാണ് എന്ന് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളാണോ പറഞ്ഞത്? EP ജയരാജൻ LDF-ന്റെ കൺവീനറാണ് പറഞ്ഞത്. ഇവിടെ നിങ്ങളെ ഞാനാ വർത്താനം പറയുന്നത്, നിങ്ങളല്ല. വസ്തുതകൾ നിങ്ങൾ വർത്താനം പറയുമ്പോൾ നിങ്ങൾ പറയുന്ന അന്യായം മുഴുവൻ ഞാൻ കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറയുന്നത് നിങ്ങൾ കുറെ വൃത്തികേട്. നിങ്ങൾ അത് എന്റെ അവകാശമല്ലേ? ഞാൻ നിർത്തി. കള്ളം പറയാനുള്ള അവകാശം നിങ്ങൾക്കുള്ളതാണ്. ഞാൻ നിർത്തി. എടോ എന്ത് പിന്നെ ചാഴിക്കാടാ അല്ല ചാമക്കാല ചാമക്കാരോട് ഞാൻ ഒരു കാര്യം പറയാം. താൻ പറയുന്ന സകല കള്ളവും സകല വൃത്തികേടും ഒരക്ഷരം കേരളീയ സമൂഹത്തോട് പറഞ്ഞിട്ടുള്ളത് LDF-ഉം BJPയും തമ്മിലാണ് മത്സരമെന്നാണ്. ഞാനതല്ല ചോദിച്ചത്. ചാമക്കാലെ ഞാനതല്ല ചോദിച്ചത്. ഞാൻ ചോദിച്ചതൊന്നുമല്ല. ഞാൻ ചോദിച്ചത്, ഞാൻ സംസാരിക്കുമ്പോൾ തനിക്ക് വർത്തമാനം പറയാൻ ആരാണ് അവകാശം തന്നത്? ഞാനതാ ചോദിച്ചത്. സംസാരിക്കുമ്പോ കഴിയുന്നില്ലെങ്കിൽ താൻ എന്നും പറയാമെന്ന് കരുതി കളയരുത്. അല്ലെ നിങ്ങൾ ദേശീയ തലത്തിൽ നിങ്ങൾ ഒരു മുന്നണിയിലാണ്. നെയിം കോളിംഗ് ഒക്കെ ഒഴിവാക്കി വിഷയങ്ങളൊക്കെ സംസാരിച്ചു പോവാം.
ചാമക്കാലയായിട്ട് കുറെ കാര്യമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. അതെ. കളവിന്റെ അങ്ങേത്തല പറയുന്ന ആളെ ചാമക്കാല. ഒരു കളവ് പറയും. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കളവ് താങ്കൾ പറയും. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കളവ് താങ്കൾ പറയും. പക്ഷെ ഞാൻ പറയുന്നു താങ്കൾ പറഞ്ഞ കളവ് ഇ.പി. ജയരാജനുമായി ബന്ധപ്പെട്ട് താങ്കൾ പറഞ്ഞത് പച്ചക്കള്ളമാണ്. ചാമക്കാലെ ഞാൻ തന്നോട് ഒരു കാര്യം പറഞ്ഞത്, താൻ സംസാരിക്കുന്ന സമയത്ത് താൻ എന്ത് കളവ് പറഞ്ഞാലും എന്ത് വൃത്തികേട് പറഞ്ഞാലും ഞാൻ അനങ്ങില്ല. അതെന്റെ മര്യാദയാണ്. അത് ഞാൻ പറയുമ്പോ താൻ പാലിക്കണം. ഞാൻ എന്ത് പറയണം? നീ സംസാരിക്കുക. നമ്മളൊരു രാഷ്ട്രീയ സംവാദമല്ലേ പ്രകാശ? നമ്മളൊരു രാഷ്ട്രീയ സംവാദമല്ലേ? നീ എന്നുള്ള വിളിയുണ്ടല്ലോ. രാഷ്ട്രീയ സംവാദമല്ലേ? രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ ബഹുമാന്യരായ നേതാക്കളാണ്. പ്രകാശ എന്റെ എല്ലാവർക്കും അറിയാം. നന്നായിട്ട് അറിയാം. ചാമക്കാരുടെ വായയെ പറ്റിയൊക്കെ എനിക്ക് ഒരുപാട് കാലമായിട്ട് അറിയാം. ചാമക്കാരുടെ വായയെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം. ചാമക്കാരുടെ വായയെ പറ്റിയൊക്കെ എനിക്ക് നന്നായിട്ട് ഭൂകമ്പുണ്ടാവും. ചാമക്കാരുടെ വായ തുറന്ന് ഭൂകമ്പുണ്ടാവും. ചാമക്കാരുടെ വായ തുറന്നാലും ഒരു ഭൂകമ്പുണ്ടാവില്ല. അല്ല, ഞാൻ പറയട്ടെ, രണ്ടുപേരും കേൾക്കും. വായ തുറന്നാലും ഒരു ഭൂകമ്പുണ്ടാവില്ല. നിങ്ങൾ രണ്ടുപേരും രണ്ട് പാർട്ടികളുടെ രണ്ട് പ്രധാനപ്പെട്ട പാർട്ടികളുടെ ബഹുമാന്യരായ നേതാക്കളാണ്. ഇത് പ്രേക്ഷകരെല്ലാവരും കാണുകയാണ്. നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. പരസ്പരം വഴക്കുണ്ടാക്കുന്നത് എന്തിനാ? രാഷ്ട്രീയം സംസാരിക്കാം. നിങ്ങൾ രണ്ടുപേരും ബഹുമാന്യരായ നേതാക്കളാണ്. രണ്ട് ബഹുമാന്യ പാർട്ടികളുടെ നേതാക്കളാണ്. അപ്പൊ നമുക്ക് രാഷ്ട്രീയം സംസാരിക്കാം. വ്യക്തിപരമായി ഏറ്റുമുട്ടൽ വേണ്ട. പറയൂ. വിഷയത്തിലേക്ക് വരും. ഞാൻ ചാമക്കാല പറയുമ്പോ ഞാൻ അതൊന്നല്ല പറയുന്നേ. ഞാൻ ചോദിക്കുന്നത് ചാമക്കാല പറയുന്നതിന് ഒരുപാട് കളവുണ്ട്, ഒരുപാട് അന്യായങ്ങളുണ്ട്. പക്ഷേ അദ്ദേഹം കോൺഗ്രസിന് വേണ്ടി പറയുന്നതാണ്. ആ പറയാൻ അവർക്ക് അവകാശമുണ്ട്. അത് അദ്ദേഹം പറയുമ്പോൾ ഞാൻ വേണ്ടിയിട്ടില്ല. പിന്നെ ഞാൻ പറയുമ്പോ അത് കളവാണെന്ന് കാര്യം പറയാൻ ഇയാൾക്ക് അവകാശം. അത് ഇന്നലെയല്ല. ചാമക്കാല എല്ലാ ചർച്ചകളും സ്വീകരിക്കുന്ന നിലപാടത്. ചാമക്കാല മാത്രമല്ലല്ലോ കോൺഗ്രസിനോട് സംസാരിക്കുന്നത്. മറ്റൊരു ഒറ്റയാൾ സംസാരിക്കാറില്ല. ചാമക്കാല വിചാരിക്കണ്ട ചാമക്കാല വിരുദ്ധനാണ് എന്ന്. ചാമക്കാല ആരാ? ഒരു രാഷ്ട്രീയ നേതാവല്ലാതെ. അങ്ങനെയൊക്കെ വൃത്തിയോട് പറയാൻ പാടില്ല. ചാമക്കാല എല്ലാവരെയും അടക്കി നിർത്താൻ വലിയ വായുള്ള ആള്. ബാക്കി ആൾക്കൊന്നും വായില്ല. ചാമക്കാലം ഉണ്ടായിരിക്കണം. തന്റെ സമയത്ത് സംസാരിക്കണം. ഞാൻ സംസാരിക്കുമ്പോ ചാമക്കാലം സംസാരിക്കാൻ വിടരുത്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ചാമക്കാലം പറഞ്ഞെല്ലാം സത്യമാണോ? അല്ല, നമുക്ക് ഈ പറഞ്ഞ വാഗ്വാദം വിട്ടിട്ട് നമ്മൾ രാഷ്ട്രീയമായി ഉന്നയിക്കേണ്ട നിരവധി വിഷയങ്ങളുണ്ടല്ലോ. ഒരു തെരഞ്ഞെടുപ്പ് കാലമല്ലേ? അപ്പോ അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. അപ്പോ അങ്ങേക്ക് ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പൊ LDF കൺവീനറുടെ പരാമർശം അടക്കമാണ് ഇവിടെ ചർച്ചയ്ക്ക് വരുന്നത്. അപ്പൊ എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അങ്ങനെ BJP-യെ നേരിടാൻ ആരാണ് ചാമ്പ്യന്മാർ എന്നുള്ളതാണോ ഇവിടുത്തെ വിഷയം? അങ്ങ് അത് കൺക്ലൂഡ് ചെയ്താൽ എനിക്ക് അടുത്ത ആളിലേക്ക് പോവാം. നമ്മൾ ഈ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള നെയിം കോളിങ്ങും വാഗ്വാദവും വേണ്ട. കേരളത്തിൽ അതൊരു വിഷയമേ അല്ല. ഇവിടെ BJP ഒരു വലിയ രാഷ്ട്രീയ ശക്തിയല്ല. അവരെ നേരിടേണ്ട യാതൊരു കാര്യമില്ല. കേരളത്തിൽ ഞങ്ങളും UDF തമ്മിലാണ് മത്സരം. BJP ഈ മത്സരത്തിൽ ഒരു ചിത്രത്തിൽ മോഡി എത്ര തവണ വന്നാലും അവർ പ്രത്യക്ഷപ്പെടാനും പോകുന്നില്ല. യാതൊരു തർക്കവും ഞങ്ങൾക്കില്ല. ശരി, ഓക്കെ. ഇവിടെ ജ്യോതികുമാർ ചാമക്കാല നോക്കൂ. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ അജണ്ട ആവേണ്ടത് ഇപ്പൊ CPM-ന്റെ നമ്പർ കുറയ്ക്കുക, CPI-യുടെ നമ്പർ കുറയ്ക്കുക എന്നുള്ളത് ഇവിടുത്തെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അല്ലാതെ ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു തരത്തിലും കോൺഗ്രസിന്റെ അജണ്ട ആകേണ്ട കാര്യമല്ല. അതേസമയം BJP-യുടെ എണ്ണം ഒന്നെങ്കിൽ ഒന്ന് കുറയ്ക്കുക, BJP-യുടെ ഒരു സ്ഥാനാർത്ഥി അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കാതിരിക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട ആകേണ്ടതാണ്. ആ കാര്യം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ പൂർണ്ണമായും ഉൾക്കൊള്ളുന്നില്ലേ? ഞാൻ അതിലേക്ക് വരാം. അതിനു മുമ്പ് ഇവിടെ ഞാൻ ഈ ചർച്ചയിൽ വന്ന് കളവ് പറയുന്നു എന്നാണ് ശ്രീ പ്രകാശൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വീണ്ടും എൻ്റെ ബഹുമാനം കൊണ്ടുകൊണ്ടാണ് ഞാൻ ശ്രീ എന്ന് ചേർത്തത്. എന്നെ നീ എന്ന് വിളിച്ച ആളാണ്. ആയിക്കോട്ടെ. ഇവിടെ പ്രകാശൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ കളവ് തിരുത്താനാണ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ ഇന്ന കാര്യങ്ങൾ കളവാണ് എന്ന് ബോധ്യപ്പെടുത്താനും അത് സാക്ഷ്യപ്പെടുത്താനുമാണ് അദ്ദേഹത്തെ ഇവിടെ വിളിച്ചിരിക്കുന്നത്. അദ്ദേഹം പറയുമ്പോൾ കേരളീയ സമൂഹം മുഴുവൻ കേട്ട ഒരു വിഷയത്തെ സംബന്ധിച്ച് അത് E.P. ജയരാജൻ പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ്. ആ സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ എത്രയോ ദിവസമായി ചർച്ച ചെയ്യുന്നു. E.P. ജയരാജൻ പറഞ്ഞു LDF-ഉം BJP-യും തമ്മിലാണ് മത്സരമെന്ന്. E.P. ജയരാജൻ പറഞ്ഞു LDF-ഉം BJP-യുടെ സ്ഥാനാർത്ഥികൾ മെച്ചപ്പെട്ടവരാണെന്ന്. E.P. ജയരാജൻ്റെ ഞാൻ ചോദിച്ചല്ലോ, E.P. ജയരാജൻ്റെ ഭാര്യയുടെ പേരിലുണ്ടായിരുന്ന റിസോർട്ട് രാജീവ് ചന്ദ്രശേഖരൻ വാങ്ങിയില്ലെന്ന്. അതൊക്കെ ചോദിക്കുമ്പോൾ ഇങ്ങനെ അസ്വസ്ഥരാകുന്നത് എന്തിനാ ബഹളം വയ്ക്കുന്നത്? ആ ഉള്ള കാര്യങ്ങൾ ഞാൻ കളവാണോ പറഞ്ഞത്? നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമല്ല ഞാൻ ചോദിച്ചത്. അത് ചോദിക്കുമ്പോൾ ആദ്യം എടോ എന്ന് വിളിക്കുക, പിന്നെ താനെന്ന് വിളിക്കുക, അത് കഴിഞ്ഞ് എല്ലാ കടമ്പയും കഴിഞ്ഞിട്ട് നീ എന്ന് വിളിക്കുക.
ഇതിനൊക്കെ നല്ല മറുപടി, വായിക്ക് രുചിയായി മറുപടി പറയാൻ അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഞാൻ. വായിക്ക് രുചിയായി എൻ്റെ തിരുവാ തുറപ്പിക്കേണ്ടെന്ന് വിചാരിച്ചില്ല. തെരഞ്ഞെടുപ്പാണ്, സാമാന്യ മര്യാദ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാ. അപ്പോൾ അതുകൊണ്ട് അത്തരം അഭ്യാസമൊന്നും ഇങ്ങോട്ട് വേണ്ട. ഇതൊക്കെ പഠിച്ചതേ പാടൂ. ഇതൊക്കെ പഠിച്ചു വന്നതിൻ്റെ പ്രശ്നമാണ്. മാഷെന്ന് കൂടെ എഴുതിയാൽ പോരാ, ആ ഒരു ഔന്നിത്യം കൂടെ ഉണ്ടാകണം എന്ന് മാത്രമേ എനിക്ക് ശ്രീ പ്രകാശിനോട് സൂചിപ്പിക്കാനുള്ളൂ. ഔന്നിത്യം അത് പ്രവൃത്തിയിലുണ്ടാവണം. മാഷെന്ന് പേര് അക്ഷരത്ത് എഴുതിയാൽ അത് മാഷാകില്ല. അപ്പോൾ ഇനി ഞാൻ വിഷയത്തിലേക്ക് വരാം. നോക്കൂ, ഈ സംസ്ഥാനത്ത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പുമായി നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ എവിടെയാണ് BJPക്ക് 2ാം സ്ഥാനത്ത് വരാൻ കഴിഞ്ഞിട്ടുള്ളത്? ഒരേ ഒരു കോൺസ്റ്റിറ്റ്യുൻസിയിൽ അല്ലേ? ആ കോൺസ്റ്റിറ്റ്യുൻസി തിരുവനന്തപുരമാണ്. ആ കോൺസ്റ്റിറ്റ്യുൻസി തിരുവനന്തപുരമായിരിക്കെ കഴിഞ്ഞ കുറേ കാലങ്ങളായി ആ കോൺസ്റ്റിറ്റ്യുൻസിയിൽ BJP ജയിക്കാൻ ശ്രമിക്കുന്നു, നടക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ ഒ രാജഗോപാൽ ജയിക്കുന്ന ഒരു സാഹചര്യം വരെ എത്തിയിരുന്നു. അന്ന് ഒ രാജഗോപാലിന് ലഡു വരെ കൊടുത്താണ് BJPയുടെ നേതാക്കന്മാർ. പക്ഷേ അവിടെ കൃത്യമായി നമ്മുടെ ശശി തരൂർ തിരിച്ചു പിടിച്ചു ആ നിയമമണ്ഡലം. ഒരു ഘട്ടത്തിലും BJPക്ക് അത് വിട്ടുകൊടുത്തില്ല. ഇപ്പോഴും 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് BJP ആണ്. അവിടെ 3ാം സ്ഥാനത്ത് നിൽക്കുന്നത് CPI ആണ്, LDF ആണ്. വസ്തുതയല്ലേ? കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ അഭിലാഷ് അറിയാമല്ലോ, സ്റ്റാറ്റിക്സ് നോക്കിക്കോളൂ താങ്കൾ. തൃശ്ശൂരിൽ 2014 2019 എത്തിയപ്പോൾ BJPക്ക് 11% നിന്ന് 28% വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്. സ്വാഭാവികമാണ്. അവിടെ എന്താ പറയുന്നത്, നമ്മുടെ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ 11 നിന്ന് 28% വോട്ട് കൂടിയിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ പോലും ശ്രീ TN പ്രതാപന് മുൻ വർഷങ്ങളിലേക്കാൾ തെരഞ്ഞെടുപ്പിൽ വോട്ട് ഷെയർ കൂടിയിട്ടുണ്ട്. അവിടെയും വോട്ട് കുറഞ്ഞിട്ടുള്ളത് LDFനാണ്. നിഷേധിക്കാൻ കഴിയുമോ? അങ്ങനെ ഇരിക്കെ ഇവിടെ തിരുവനന്തപുരത്ത് ഇനി ജയം സാധ്യമല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് BJPയുടെയും RSSൻ്റെയും ഒക്കെ മുതിർന്ന നേതാക്കൾ മിക്കവരും ഇവിടുന്ന് അവരുടെ ഷെഡൊക്കെ അടിച്ചുപൂട്ടി പോയത്. അത് തുറന്നു സമ്മതിച്ചത് നമ്മുടെ ശ്രീ ഒ രാജഗോപാൽ തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ശശി തരൂരിനെ ഇനി തോൽപ്പിക്കുക അസാധ്യമാണെന്ന് പറഞ്ഞ് നമ്മളാരുമല്ല, ഒ രാജഗോപാൽ തന്നെയാണ്. ഈ തിരുവനന്തപുരത്ത് നിന്ന് ഒരു MLA ആയിട്ടുള്ള BJPയുടെ ആദ്യത്തെയും അവസാനത്തെയും MLA ആയ ശ്രീ ഒ രാജഗോപാൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ഇരിക്കെ ഈ സംസ്ഥാനത്ത് മത്സരം നടക്കുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും BJPയും CPM തമ്മിൽ മത്സരം നടന്നിട്ടുണ്ടോ? ശരി, എന്നിട്ട് പറയും നിങ്ങൾ BJP തമ്മിലാണെന്ന്. ഇവിടെ ഞാൻ ചോദിച്ച ചോദ്യം ഇപ്പോഴും എയറിലുണ്ട്. EP ജയരാജൻ ഈ സ്ഥാനാർത്ഥികളെ BJP സ്ഥാനാർത്ഥികളെ പൂഴ്ത്തി എന്നുള്ളത് അഭിലാഷ് നിഷേധിക്കുന്നുണ്ടോ? എൻ്റെ ചോദ്യം ഞാൻ അഭിലാഷിനോടായി ഇല്ല. ഇവിടെ BJPയും LDFും തമ്മിലാണ് മത്സരം എന്ന് EP ജയരാജൻ പറഞ്ഞിട്ടുള്ള അഭിലാഷ് സമ്മതിക്കുന്നുണ്ടോ? പിന്നെ അത് ഞാൻ പറയുമ്പോൾ എന്തിനാ ഇങ്ങനെ എൻ്റെ മേക്കിട്ട് കയറാൻ വരുന്നത്? ഞാൻ എന്തെങ്കിലും അസത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ താങ്കൾ തെളിയിക്കുന്നേ. ശരി, ഓക്കെ. താങ്കൾ അസത്യം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അതിന് എടോ പോടോ വാടോ എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ. അത് ഞാൻ അവസാനിപ്പിക്കുകയാണ് തൽക്കാലം. നമുക്ക് ആ തർക്കം അവസാനിപ്പിക്കാം. നമ്മളിപ്പോൾ രാഷ്ട്രീയമല്ലേ ചർച്ച ചെയ്തത്. ശ്രീ ശങ്കുട്ടിദാസ്, ചുരുങ്ങിയ വാക്കുകളിൽ കേരളത്തിൽ BJPയുടെ ടാർഗറ്റ് എന്താണ്? നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ കേരളത്തിൽ 1 ലോക്സഭാ സീറ്റ് ജയിക്കുക, 2 ലോക്സഭാ സീറ്റ് ജയിക്കുക എന്നൊക്കെയുള്ളത് ഇപ്പോൾ ഉള്ള ടാർഗറ്റാണ്. ഏത് സംസ്ഥാനവും അധികാരം പിടിക്കുക എന്നുള്ള നിലയ്ക്കാണല്ലോ. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് ആണോ CPM ആണോ ദുർബലമാകേണ്ടത്? ഇവിടെ 2 പാർട്ടികളുണ്ട്. അതിൽ ഒരു പാർട്ടി ദുർബലമായാലേ ആ സ്പേസിലേക്ക് ഒക്കുപ്പ് ചെയ്യാൻ പറ്റൂ. നോക്കി, ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഇത് രണ്ടും BJP വിരുദ്ധതയുടെ, രാഷ്ട്രവിരുദ്ധതയുടെ, ഹൈന്ദവ വിരുദ്ധതയുടെ ഒക്കെ ഒരേ പ്രത്യയശാസ്ത്രം പേറുന്ന 2 രൂപങ്ങൾ മാത്രമാണെന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഓരോ തെരഞ്ഞെടുപ്പിലും BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ആരാണോ 2ാം സ്ഥാനത്ത് വരാൻ സാധ്യതയുള്ളത് അവർക്ക് ക്രോസ് വോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവർ കാലങ്ങളായി പിന്തുടരുന്ന രീതി. ഇപ്പോൾ തിരുവനന്തപുരത്തെ കാര്യം പറഞ്ഞു, ഒ രാജഗോപാൽ ജയിക്കും എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ ജയിക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? അവിടെ CPMൻ്റെ വോട്ട് കൂടി എങ്ങോട്ട് വന്നു? അവിടെ കോൺഗ്രസിന് വന്നു. ശശി തരൂർ ജയിച്ചത് ശശി തരൂരിൻ്റെ കോൺഗ്രസ് കേഡർ വോട്ടുകൾ കൊണ്ടൊന്നുമല്ല. അവിടെ BJPയെ തോൽപ്പിക്കുക എന്നുള്ളത് പ്രയോറിറ്റി ആയിട്ട് എടുത്തുകൊണ്ട് CPMൻ്റേത് ഉൾപ്പെടെയുള്ള വോട്ടുകൾ എങ്ങോട്ട് വന്നു? കോൺഗ്രസിന് വന്നു. ഇപ്പോൾ EP ജയരാജൻ്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ എന്താണ്? EP ജയരാജൻ്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ ഒരു ഡോഗ് വിസിലാണ്. അതായത് മത്സരം LDFും BJPയും തമ്മിലാണെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും BJPയെ പരാജയപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന BJP വോട്ടർമാർ മുഴുവൻ വോട്ട് പോളറൈസ് ചെയ്യേണ്ടത് LDFിലേക്കാണ്. അല്ലാതെ കോൺഗ്രസിനും LDFിനും ഇടയിൽ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് BJP വിരുദ്ധ വോട്ടുകൾ സ്കാറ്റർ ചെയ്യരുത്. ഇത് അക്യുമുലേറ്റ് ചെയ്യേണ്ട കോമൺ പോയിന്റ് LDF ആണ് എന്ന ഡോഗ് വിസിലാണ്. ഇത് തൃശ്ശൂരിലേക്കുള്ളതാണ്. അതല്ലെങ്കിൽ മറ്റ് മണ്ഡലങ്ങളിലേക്ക്, പാലക്കാട് പോലെയുള്ള മണ്ഡലങ്ങളിലേക്കുള്ളതാണ് ഈ ഡോഗ് വിസിൽ എന്ന് പറയുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് അങ്ങനെയാണ് സംഭവിച്ചത്. തൃശ്ശൂർ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ പാലക്കാട് ഈ ശ്രീധരനെ തോൽപ്പിക്കാൻ വേണ്ടി CPMൻ്റേത് ഉൾപ്പെടെയുള്ള വോട്ടുകൾ കോൺഗ്രസിലേക്ക് വരികയാണ് ചെയ്തത്. ഷാഫി പറമ്പിൽ ജയിച്ചത് കോൺഗ്രസിൻ്റെ മാത്രം വോട്ടുകൾ കൊണ്ടാണോ? അല്ല, അവിടുത്തെ പ്രയോറിറ്റി ഈ ശ്രീധരനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. തിരുവനന്തപുരത്ത് എന്താ സംഭവിച്ചത്? വട്ടിയൂർക്കാവിൽ എന്താ സംഭവിച്ചത്? അല്ലെങ്കിൽ നേമത്ത് എന്താ സംഭവിച്ചത്? നേമത്ത് കുമ്മനം രാജശേഖരനെ പരാജയപ്പെടുത്തുക എന്നുള്ളതായിരുന്നു പ്രയോറിറ്റി. അവിടെ കോൺഗ്രസിന്റെ വോട്ടുകൾ കൂടി ശിവൻകുട്ടിക്കാണ് പോയത്. അതുകൊണ്ട് കോൺഗ്രസിന്റെ വോട്ടുകൾ കൂടി പിടിച്ചുകൊണ്ടാണ് ശിവൻകുട്ടി അവിടെ ജയിച്ചത്. അവിടെ K മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ 2ാം സ്ഥാനത്തേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ കോൺഗ്രസിന് കിട്ടാമായിരുന്ന വോട്ടുകൾ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ആർക്കാണ് BJPക്ക് ജയസാധ്യതയുള്ള മണ്ഡലങ്ങളിൽ 2ാമത്തെ സാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ കോമൺ കാൻഡിഡേറ്റ് ആയിട്ട് വെച്ചുകൊണ്ട് എല്ലാവരും ക്രോസ് വോട്ടിംഗ് ആണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവർ തമ്മിൽ എന്തെങ്കിലും വലിയ വ്യത്യാസം
വ്യത്യാസമുണ്ടെന്ന് ശരി, ഞങ്ങൾ ക്രോസ് വോട്ടിംഗ് നടത്തുന്നു ഇവർക്ക് എന്നുള്ളതാണ് ബി ജെ പിയുടെ ആരോപണം. എനിക്ക് ഒരു ഒറ്റയ്ക്ക് ഇടവേള ജയിക്കാൻ അനിവാര്യമാണ്. നമുക്ക് സർവേ വളരെ കൃത്യമായി തുടങ്ങേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ഇടവേള എടുത്തതിന് ശേഷം ഞാൻ പറഞ്ഞു. ചർച്ച അവസാനത്തെ മിനിറ്റുകളിലാണ്. കാരണം വരുന്ന 5 മിനിറ്റുകൾക്കകം നമ്മുടെ ഒപ്പീനിയൻ പോൾ ആരംഭിക്കേണ്ടത്. ശ്രീ എം പ്രകാശൻ മാസ്റ്റർ, അങ്ങേക്കാണ് അവസരം. ഇവിടെ ഇപ്പോൾ ശങ്കുട്ടി ദാസ് ചൂണ്ടിക്കാണിച്ച ഒരു ലോക്സഭാ ഇലക്ഷനിൽ ഒരു ഘട്ടം വരികയാണ്. BJP ജയിക്കുമെന്നുള്ള ഘട്ടം വന്നാൽ, അതിപ്പോൾ തൃശ്ശൂരാവട്ടെ, തിരുവനന്തപുരം ആവട്ടെ, എവിടെയെങ്കിലും ആവട്ടെ, അങ്ങനെ ഒരു ഘട്ടം വന്നാൽ BJPയെ തോൽപ്പിക്കുക എന്നുള്ള ഒരു സമീപനത്തിന്റെ പേരിൽ വേണ്ടി വന്നാൽ കോൺഗ്രസിന് വോട്ട് ചെയ്യാനും നിങ്ങൾ തയ്യാറാണോ? ഇന്ത്യയിൽ ഞങ്ങൾ സ്വീകരിക്കുന്ന നിലപാട് പകൽ വെളിച്ചം പോലെ വ്യക്തമാണ്. ഞങ്ങൾ BJPയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ മതേതര ശക്തികളെ യോജിപ്പിക്കുക, ഇതാണ് ഇന്ത്യ ഞങ്ങളുടെ നിലപാട്. അത് പരസ്യമാക്കിയുള്ളതാണ്. പിന്നെ ചാമക്കാലയെക്കുറിച്ചൊരു വാക്ക്. ചാമക്കാലയിൽ ഞാനും ഒരു 10-40 ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഒരുപാട് നേതാക്കന്മാരുമായിട്ട് ഞാൻ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ട്. പക്ഷെ ആരും കാണിക്കാത്തൊരു കാര്യം ചാമക്കാല കാണിക്കുന്നത്, അദ്ദേഹം മറ്റാളുകൾ സംസാരിക്കുമ്പോൾ അതിലിടക്ക് കയറി സംസാരിക്കും. ഞാൻ ഒരിക്കലും ചാമക്കാല സംസാരിക്കുമ്പോൾ ഇടപെടാറില്ല. പക്ഷേ സ്ഥിരമായി അദ്ദേഹം വിചാരിക്കുന്നത് അതെന്തോ ഒരു കഴിവാണ്, ഒരു ബിരുദാണെന്നാണ്. അത് ഞാൻ ഒരു ദിവസം കോൺഗ്രസിന് ആളുകൾ പറഞ്ഞിട്ടുണ്ട്, ചാമക്കാലയാണ് അയക്കുന്നത് ചർച്ചയിൽ പങ്കെടുക്കാൻ കഴിയില്ല. കാരണം സമാധാനപരമായിട്ട് എതിരാളിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ അദ്ദേഹം അവസരം കൊടുക്കുന്നില്ല. അദ്ദേഹം അവിടെ വായിൽ കയറി സംസാരിക്കുകയാണ്. അത് എന്തൊരു ശീലമാണ് കുട്ടികളെ പോലെ. അത് അവസാനിപ്പിക്കണമെന്ന് എന്ന് ഞാൻ പറഞ്ഞ അർത്ഥമുള്ളൂ. പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കേരള ബദൽ വഴിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുപോലെ കേരളത്തിന്റെ താല്പര്യ സംരക്ഷണം ആര് കൈകാര്യം ചെയ്യും, ഇതിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. വർഗീയതരാണ് ചെറുത്തുനിൽപ്പാണ്. ഇതെല്ലാം നേടിയെടുക്കാൻ വേണ്ടി കഴിയണമെങ്കിൽ ഇടതുപക്ഷത്തിന് അല്ലാതെ സാധ്യമാവില്ല. കേരള ബദലിന്റെ കൂടെ കോൺഗ്രസ് ഇല്ല. കേരളത്തോട് എല്ലാം ജനങ്ങൾ തീരുമാനിക്കട്ടെ. എല്ലാം നമ്മൾ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കാണ്. നമുക്ക് ഇപ്പൊ അവസാനിപ്പിക്കാനുള്ള സമയമായി. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. ഇനി സമയമില്ല ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇത് തീരുകയില്ല, അതാണ് ഒരു പ്രശ്നം. നമുക്ക് ഏതാനും മിനിറ്റുകൾക്കകം മാതൃഭൂമി ന്യൂസ് പി മാർക്കുമായി ചേർന്ന് നടത്തിയിട്ടുള്ള ഒപ്പീനിയൻ പോളിലേക്ക് ഇനി 3 മിനിറ്റ് 28 സെക്കൻഡ്. എല്ലാവരും തയ്യാറായിക്കൊള്ളുക.